ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. എല്ലാവരും റെഡി അല്ലേ? സോ എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് കരുതുന്നു. വെയിറ്റിംഗ് ആയിട്ടുള്ള എല്ലാവരും വന്നിട്ടുള്ളവരെല്ലാം കമൻറ്റ് സെക്ഷനിൽ ഒരു മെസ്സേജ് ഇടുക. സോ ദാറ്റ് നമുക്ക് ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, നമുക്കൊരു ഒരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ യെസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് കോർപ്പറേറ്റ് ലോയുടെ മൊഡ്യൂൾ 1 ആണ്. നമ്മളുടെ മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ഓഫ് MOA ആൻഡ് AOA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇന്ന് നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നാളെയും നാളെ കഴിഞ്ഞും 2 ദിവസം കൂടെ നമുക്ക് ലൈവ് ഉണ്ടാവും. ഈ 2 ലൈവിലും കൂടെ നമ്മളുടെ ഫണ്ടമെന്റൽസ് ഓഫ് കോർപ്പറേറ്റ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടി പോവുകയാണ്. സോ നമ്മളുടെ റിവിഷനിലേക്ക് എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു MOA ആൻഡ് AOA എന്നുള്ളതാണ്. സോ നമുക്കിതിൽ മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു കമ്പനി എന്താണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പനിയുടെ ABCD കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു മൊഡ്യൂൾസിലാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, പല രീതിയിലുള്ള ടൈപ്സ് ഓഫ് കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞൊരു തിയറി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്, പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണ്, MOA, AOA, അതുപോലെ പ്രോസ്പെക്ടസ്, ബോറോയിങ് പവർ, ഡിബഞ്ചേഴ്സ്, സെക്യൂരിറ്റി ഫോർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് മോർഗേജ് ആൻഡ് ചാർജസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക്സ് എന്നുള്ളത്. സോ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക. ആൻഡ് ഓൾസോ നമ്മൾ തിയറി പേപ്പറാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് കേൾക്കാതെ ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ എല്ലാവരും റെഡി അല്ലേ? യെസ്, ഹായ് വൃന്ദ, ഹായ് വിഷ്ണു, ഹായ് ഹലോ, എല്ലാവരും റെഡി അല്ലേ? ബാക്കി സബ്ജക്ട്സിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻസ് നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. യെസ്, ഓക്കെ. അപ്പോൾ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓഫ് കോഴ്സ് എക്സാം ഈസി ആയിരിക്കും, അതിനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. എക്സാം എങ്ങനെ ഈസി ആക്കി എടുക്കാം, നിങ്ങൾ ഓൾറെഡി കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു പ്രോപ്പർ റിവിഷനും കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് സൂപ്പർ ഈസി ആയിരിക്കും. സോ ആരും അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, നിങ്ങൾ ഈ ഒരു 1.5 അല്ലെങ്കിൽ മാക്സിമം 2 hours ഈ ഒരു ടൈം നിങ്ങൾ മാക്സിമം ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ മാക്സിമം അഡ്വാൻറ്റേജ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്
ഈ സമയത്ത് തന്നെ നമുക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ലൈവ് കണ്ടിട്ട് പിന്നെ ഒരു ടൈമിലിരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. എക്സാം ഒക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ്, ഇനി നമുക്ക് പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈമില്ല. സോ ഇപ്പോഴാണ് ആ ഒരു ടൈം എന്നുള്ളത്. നമുക്ക് ഇപ്പോൾ തന്നെ അത് പഠിച്ച് തീർത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. സോ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമ്പനി എന്താണ് എന്ന് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമ്പനി എന്താണ്, അല്ലെങ്കിൽ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ, കമ്പനി വാട്ട് ഡു യു മീൻ ബൈ കമ്പനി അല്ലെങ്കിൽ ഡിഫൈൻ കമ്പനി എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കമ്പനി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അസോസിയേഷൻ formed by people or a group of people എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റാർട്ട് എ ബിസിനസ് ഇൻ ഫോം ഓഫ് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രി കമ്പനി. ഇതിനെയാണ് മീനിങ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സെൻറ്റൻസ്. വാട്ട് ഡു യു മീൻ ബൈ കമ്പനി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതിയാവും. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒരു കമ്പനി എന്താണ്, മീനിങ് എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എത്ര എഴുതിയാൽ മതി? ഇറ്റ്സ് എൻ അസോസിയേഷൻ ഫോംഡ് ബൈ പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവർ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബിസിനസ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടോ ആയിരിക്കാം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും കാര്യങ്ങൾ തിയറി പേപ്പേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സെൻറ്റൻസുകളും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാണാതെ പഠിക്കുന്നതിൻ്റെ ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് വർക്ക് നമുക്കത് ഫീൽ ചെയ്യില്ല. സോ അതുകൊണ്ട് കമ്പനി എന്താണ്? കമ്പനി ഈസ് എൻ അസോസിയേഷൻ ആണ്. ആരാണ് ഫോം ചെയ്യുന്നത്? ബൈ പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവരുടെ ഉദ്ദേശം എന്താണ്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ആ ബിസിനസ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഫോമിലായിരിക്കാം അല്ലെങ്കിൽ ഇൻഡസ്ട്രി കമ്പനി ഫോമിലായിരിക്കാം. ഇത്രയുമാണ് മീനിങ്ങിൽ. ആൻഡ് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എ കോർപ്പറേറ്റ് ഫേം എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ഓൺ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കോർപ്പറേറ്റ് ഫേം നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ദെൻ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ ഡിഫൈൻ കമ്പനി എന്ന് ചോദിച്ചാൽ നിങ്ങൾ മീനിങ് എഴുതി വെക്കാനായിട്ട് പാടില്ല, ഡെഫിനിഷൻ തന്നെ നിങ്ങൾ എഴുതണം. സോ ഡിഫൈൻ കമ്പനി എന്ന് ചോദിച്ചാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 20 കമ്പനീസ് ആക്ട് ഓഫ് 2013 നമ്മുടെ കമ്പനീനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത്. കമ്പനി മീൻസ് ദ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ദിസ് ആക്ട്, അതായത് കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ നേരത്തെ എക്സിസ്റ്റൻസിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും കമ്പനി ലോ പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്പനി എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഡെഫിനേഷൻ അല്ലേ? ഡെഫിനേഷൻ സിമ്പിൾ അല്ലേ? മീനിങ്ങിനേക്കാളും കുറച്ചും കൂടെ സിമ്പിളാണ്. അതായത് ഈ ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഏതെങ്കിലും കമ്പനി ആക്ട് പ്രകാരം, കമ്പനി ലോ പ്രകാരമോ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള കമ്പനീനെയാണ് കമ്പനി എന്ന് സെക്ഷൻ 2 സബ്സെക്ഷൻ 20 നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഡെഫിനേഷൻ ചോദിച്ചാൽ എല്ലാവരും എഴുതുമല്ലോ ഡെഫിനേഷൻ. അതുപോലെ തന്നെ മീനിങ് ചോദിച്ചാലും എന്താണ് എഴുതേണ്ടതെന്നുള്ളത് കറക്റ്റ് രണ്ടും മനസ്സിലായല്ലോ? ഏത് ചോദിച്ചാലും എഴുതണം, ആൻസർ ഡിഫറെൻ്റ് ആണ്, എഴുതണം. മീനിങ് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഡെഫിനേഷൻ വെച്ചിട്ടും എഴുതാവുന്നതാണ്. പക്ഷെ കുറച്ചും കൂടെ നല്ലത് എപ്പോഴും മീനിങ് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഡെഫിനേഷൻ ചോദിച്ചാൽ മസ്റ്റായിട്ട് ഡെഫിനേഷൻ തന്നെ എഴുതണം. മീനിങ് വെച്ചിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, പ്രീവിയസ് ആക്ട് എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു പ്രീവിയസ് ആക്ട് എന്ന് പറയുന്നത്. അതും കൂടെ മെൻഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ദെൻ കമ്പനിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണ് കമ്പനി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ മീനിങ് പഠിച്ചു പറഞ്ഞു ഇതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ പേഴ്സൺ എന്നതിനേക്കാൾ നാച്ചുറൽ പേഴ്സൺ അല്ല, പക്ഷെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു സംഭവമാണ്, പക്ഷെ നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെന്തുണ്ട്? ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് കമ്പനിക്ക് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, കോർപ്പറേഷൻ മീൻസ് എ കമ്പനി വിച്ച് ഹാസ് എ സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ഒരു കമ്പനിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ടാണ് ഒത്തിരി ഇൻഡീപ്പ് പോവാത്തത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, ഒരു കമ്പനിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. ആ മെമ്പേഴ്സും ഈ കമ്പനിയും ഒന്നല്ല, അവർ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് ആണ് എന്നുള്ളതാണ് ഈ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സീൽ ഉണ്ടാവും. അതായത് ഒരു നാച്ചുറൽ പേഴ്സൺ ആണെങ്കിൽ നമുക്കൊരു തമ്പ് ഇംപ്രഷനോ അല്ലെങ്കിൽ
ഒരു സിഗ്നേച്ചർ വെച്ചിട്ട് നമ്മളുടെ കൺസെൻറ്റ് നമുക്ക് അറിയിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ കമ്പനി ഒരു നാച്ചുറൽ പേഴ്സൺ അല്ലാത്തതിനാൽ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതിനാൽ തന്നെ അതിൻ്റെ കൺസെൻ്റ് ഒക്കെ അപ്രൂവ് ചെയ്യാനായിട്ട് ഒരു കോമൺ സീൽ ഉണ്ടാവും. അതുപോലെ തന്നെ അതിനൊരു പേര്, സെപ്പറേറ്റ് നെയിം ഉണ്ടാവും, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും, അതിൻ്റെ മാത്രമായിട്ടുള്ള അസറ്റ്സ്, ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ കമ്പനി ക്യാൻ പർച്ചേസ് ആൻഡ് സെൽ പ്രോപ്പർട്ടീസ്, കമ്പനിയുടെ പേരിൽ സാധനങ്ങൾ പർച്ചേസ്, പ്രോപ്പർട്ടീസ് വാങ്ങാനും വിൽക്കാനുമുള്ള എന്തുണ്ട്, സാധ്യതയുണ്ട്. സോ എന്തുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട്, മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആർക്കുണ്ട്, നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. അതുകൊണ്ട് ഓക്കെ, കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഈ ഒരു പോയിന്റ് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വായിക്കുക. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഇഫ് എനി ഓഫ് ദ ഡിഫോൾട്ട് ഇസ് ഡൺ ടു ദ ക്രെഡിറ്റേഴ്സ് ദെൻ ദർ ഇസ് നോ ലയബിലിറ്റി അപ്പോൺ ദ മെമ്പേഴ്സ് ഓഫ് കമ്പനി, ഓൺലി എ കമ്പനി ക്യാൻ പേ ഹിസ് ലയബിലിറ്റി. കമ്പനിയുടെ ലയബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള അസറ്റ്സും ലയബിലിറ്റീസും ഓൺ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബാധ്യതകൾ വന്നാൽ അത് മെമ്പേഴ്സിലേക്ക് വരില്ല, കമ്പനിക്കാണ് പ്രൈമറി ആയിട്ടുള്ള ഒരു ലയബിലിറ്റി വരുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ലെൻഡ് ചെയ്യാൻ പറ്റും, ബോറോ ചെയ്യാൻ പറ്റും, പേ ഇറ്റ്സ് ഡെറ്റ്സ്, അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പറ്റും. ക്യാൻ ബി സ്യൂ ആൻഡ് ബി സ്യൂഡ് ബൈ അതർ പാർട്ടി, മറ്റുള്ളവർക്ക് കമ്പനീനെ സ്യൂ ചെയ്യാനും കമ്പനിക്ക് മറ്റുള്ള പാർട്ടീസിനെ കമ്പനിയുടെ പേരിൽ സ്യൂ ചെയ്യാനുമുള്ള എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ആൻഡ് അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആണുള്ളത്. അതായത് കമ്പനിക്ക് എന്താണ്, ലിമിറ്റഡ് ലയബിലിറ്റി ആണുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പോയിന്റ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇതിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ദെൻ ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കോമൺ സീൽ ഉണ്ട്, അത് അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് മാനേജ്മെൻറ്റ്, ടെർമിനേഷൻ ഓഫ് എക്സിസ്റ്റൻസ്, വൺ ഷെയർ വൺ വോട്ട്, അതുപോലെ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ കാര്യം നമ്മൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പറഞ്ഞപ്പോൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഇത്രയുമാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇത് എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു വരാൻ സാധ്യതയുള്ളൂ. എന്താണ് കമ്പനി, അതുപോലെ തന്നെ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളത് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക മസ്റ്റായിട്ടും. എന്നിട്ട് ആ പോയിന്റ്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിലാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, ആൻസർ ഫ്രെയിം ചെയ്യുക. ഓക്കെ, ഈ പോയിന്റ്സ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കാം. ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി മീൻസ് പേയിങ് ദ ലയബിലിറ്റി അപ് ടു ദ ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനിയുടെ മെമ്പേഴ്സിലേക്ക് വരുമ്പോൾ, ഹലോ ഹായ്, കമ്പനിയുടെ മെമ്പേഴ്സിന് കമ്പനിയോടുള്ള ഒരു ലയബിലിറ്റി എത്രത്തോളം മാത്രമാണ് അവരുടെ അപ് ടു ദ ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പേഴ്സ്, എത്ര ഷെയർസ് ആണോ ഹോൾഡ് ചെയ്തിട്ടുള്ളത് അത്രയും മാത്രമാണ് ലയബിലിറ്റി ഉള്ളത്. If creditors want to fulfill their dues, the company's assets are finished, then members should pay only the face value they invest in the company. അവർ എത്ര ഷെയർ കമ്പനിയിൽ എടുത്തിട്ടുണ്ടോ ആ ഷെയറിൻ്റെ ഫുൾ എമൗണ്ട് ലയബിലിറ്റി അവർക്ക് ഉണ്ടാവും. അതിനപ്പുറത്തേക്കൊരു ലയബിലിറ്റി മെമ്പേഴ്സിന് ഉണ്ടാവില്ല. അതാണ് കമ്പനിയുടെ മറ്റൊരു ഫീച്ചേഴ്സ്, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. എന്തുകൊണ്ടാണ് ഈ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കമ്പനിക്ക് ഉണ്ടായത്? ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് കമ്പനിയുടെ മെമ്പേഴ്സും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള ഒരു കാരണത്താലാണ് മെമ്പേഴ്സിന് അവിടെ ഉള്ളത് എങ്ങനെയുള്ള ലയബിലിറ്റി ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർസ്. അവരെടുത്തിട്ടുള്ള ഷെയർസിൽ എത്രത്തോളം അൺപെയ്ഡ് ഉണ്ടോ അത്രയും മാത്രം അവർക്ക് കൊടുക്കാനുള്ള ബാധ്യത ഉള്ളൂ കമ്പനിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് അതുപോലെ തന്നെ പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെവർ എൻഡിങ് ലൈഫ് ഉണ്ട് എന്നുള്ളതാണ്. പെർപ്പച്വൽ സക്സഷൻ മീൻസ് ദ കമ്പനി വുഡ് സ്റ്റേ ഫോർ എവർ. അതായത് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് വരിക പോവുക എന്നുള്ളത് കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതും എന്തുകൊണ്ടാണ്? ജസ്റ്റ് ബിക്കോസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൊണ്ട് തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? ദെൻ
the existence of company, മെയിനായിട്ട് മനസ്സിലാക്കണം, the existence of company does not relate to the existence of the members. സോ നിങ്ങൾ മെയിൻ പോയിന്റ്സിൻ്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഇപ്പം നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് നിന്ന് എഴുതി ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് എഴുതി പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അത് കുറച്ചും കൂടെ സ്റ്റിക്ക് ഓൺ ആവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എക്സാമിൻ്റെ ടൈമിൽ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ വെറുതെ കേട്ട് മാത്രം ഇരിക്കാതെ നോട്ട് ചെയ്തും കൂടെ പോവാം. ഓക്കെ, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ഇവിടെ കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ പറ്റി ടെന്നീസൺ ഒരു ഇത് പറയുന്നുണ്ട്. ഫോർ മെൻ മേ കം ആൻഡ് മെൻ മേ ഗോ ബട്ട് ദ കമ്പനി ഗോസ് ഓൺ ഫോർ എവർ എന്ന് ടെന്നീസ്മൻ പറഞ്ഞിട്ടുണ്ട്. അത് പെർപ്പച്വൽ സക്സഷൻ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് കോട്ട് ചെയ്യാവുന്നതാണ്. നല്ല ആൻസറിന് കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, ദെൻ കോമൺ സീൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാച്ചുറൽ പേഴ്സൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് പോയി ഒരു ഫിസിക്കൽ ഫോം നമുക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് നേരിട്ട് പോയി നമ്മളുടെ കൈ കൊണ്ട് നമുക്ക് സൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തമ്പ് ഇംപ്രഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അല്ലേ, 2 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ കമ്പനിക്ക് ഒരു നാച്ചുറൽ ഫോം ഇല്ല, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫോം ഇല്ല അല്ലേ, ഒരു ലീഗൽ ഫോം മാത്രമേ ഉള്ളൂ, ഒരു ലീഗൽ എക്സിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കൺസെൻറ്റ് അറിയിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഓപ്ഷൻ എന്നുള്ളത്, കോമൺ സീലാണ് ഓപ്ഷൻ ഉള്ളത്. ഓൺ ദ ടൈം വെൻ ദ കമ്പനി ഫോം വിത്ത് പെർപ്പച്വൽ സക്സഷൻ, കമ്പനിക്ക് പെർപ്പച്വൽ സക്സഷനോടൊപ്പം തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ കോമൺ സീൽ എന്ന് പറയുന്നത്. ആൻഡ് വി നോ കമ്പനി ഡസ് നോട്ട് ഹാവ് ഒരു ഫിസിക്കൽ ഫോം ഇല്ലാത്തത് കൊണ്ട് തന്നെ കൈ യൂസ് ചെയ്തിട്ട് സൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദ സീൽ വിച്ച് വാസ് മെയ്ഡ് ഓൺ ദ നെയിം ഓഫ് കമ്പനി, കമ്പനിക്ക് ഒരു പേരുണ്ട് അല്ലേ, ആ ഒരു പേരിലുള്ള സീൽ എന്ന് പറയുന്നത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ ഇട്ട് കഴിയുമ്പോൾ കമ്പനി അതിൽ സൈൻ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇഫ് ദർ ഇസ് നോ സൈൻ ഓഫ് കമ്പനി ഫൗണ്ട് ഓഫ് ദ കമ്പനി ഫൗണ്ട് ദെൻ ദ ഡോക്യുമെൻറ്റ്സ് ഹാവ് നോ ലീഗൽ ഇമ്പോർട്ടൻസ്. കമ്പനി ഒപ്പിടേണ്ട സ്ഥലത്ത് ഈ ഒരു സീലാണ് എന്ത് വരേണ്ടത്. ആ സീൽ ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ് നമുക്ക് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഓഫ് കമ്പനി can transfer their shares with any other person without the consent of other members. അപ്പോൾ മറ്റൊരു മെമ്പറിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ തന്നെ ഒരു മെമ്പറിന് അവരുടെ ഷെയർസ് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഏത് കമ്പനി ഫോമിൽ അത് ഈസിയാണ് എന്നുള്ളതാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കൺഫേം സം റെസ്ട്രിക്ഷൻസ് ഓൺ ദെയർ ബെനിഫിറ്റ് ബട്ട് കനോട്ട് സ്റ്റോപ്പ് ഓൾ ടുഗദർ. ഈ ഒരു ട്രാൻസ്ഫറബിലിറ്റി ഓൾ ടുഗദർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, പക്ഷേ AOAയിലൂടെ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. Then representative management. Members of a company are broadly dispersed. It is not viable for all members to represent in the meeting of the management. They pull off this right to the representatives of board of directors and company managed by them. ഓൾസോ കമ്പനിക്ക് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അല്ലേ, കമ്പനിക്ക് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും, അവരുടെ പല പല റേഞ്ചിലുള്ള ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും കൂടെ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബോർഡിനെ അവർ സെലക്ട് ചെയ്യും, കുറച്ച് ആൾക്കാർ വെച്ചിട്ട്, അതായത് എല്ലാ മെമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ബോർഡിനെ അവർ സെലക്ട് ചെയ്യുന്നിട്ട് ആ ബോർഡായിരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ്, കമ്പനിയുടെ മാനേജിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, കമ്പനീനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നത് ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ടെർമിനേഷൻ ഓഫ് എക്സിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്, ബൈ ലോ ആണ് അല്ലേ. ഈ ആക്ടിലോ അല്ലെങ്കിൽ പ്രീവിയസ് ആക്ടിലോ രജിസ്റ്റർഡ് ആകുമ്പോഴാണ് കമ്പനി എന്താവുന്നത്, ഒരു കമ്പനി ആയിട്ട് വരുന്നത് എന്നാണ് നമ്മൾ ഡെഫിനേഷൻ പഠിച്ചത്. ഓക്കെ, അപ്പം കമ്പനീനെ ഫോം ചെയ്തിട്ടുള്ളത് ആരാണ്, ലോ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ക്യാരിയർ ഓൺ ഇറ്റ്സ് മാറ്റേഴ്സ് അക്കോർഡിംഗ് ടു ദി ലെജിസ്ലേഷൻ. ആൻഡ് ലാസ്റ്റ്ലി ഇറ്റ് വാസ് ഓൾസോ അഫക്റ്റഡ് ബൈ ദി ലെജിസ്ലേഷൻ. മെയിൻലി എക്സിസ്റ്റൻസ് ഓഫ് കമ്പനി as terminated by legislation from the process it defines. അതായത് കമ്പനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെർപ്പച്വൽ സക്സഷൻ ആണ്, മെമ്പേഴ്സ് എല്ലാവരും തന്നെ പിരിഞ്ഞു പോയാലും കമ്പനി പൂട്ടിപ്പോകും എന്നൊരു സിറ്റുവേഷൻ വരില്ല. പക്ഷെ കമ്പനി എപ്പോഴാണ് അതിൻ്റെ എക്സിസ്റ്റൻസ് ടെർമിനേറ്റഡ് ആവുന്നത്, ബൈ ലോ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. 1 share 1 vote എന്ന് പറഞ്ഞാൽ the benefit was given to all members of the company. This principle states that one member has an opportunity of giving 1 vote irrespective of shares they have. അതായത് എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഒരു മെമ്പറിന് 10 ഷെയർസ് ഉണ്ടെന്ന് വെച്ചോ, ആൻഡ് വേറൊരാൾക്ക് എത്ര ഷെയർ ഉണ്ട്, 20 ഷെയർ ഉണ്ട്. പക്ഷേ ഇവർ 2 പേരും ഷെയർ ഹോൾഡേഴ്സ് ആണ്, അവർക്ക് ഒറ്റ ഒരു വോട്ട് ചെയ്യാനുള്ള
ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറസ്പെക്റ്റീവ് ഓഫ് എത്ര നമ്പർ ഓഫ് ഷെയർസ് അവർ ഹോൾഡ് ചെയ്യുന്നു, ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ പ്രോപ്പർട്ടി റൈറ്റ്. Company also acquires their property right, dispose of their property, possess their property by themselves. It can be considered as property of members. However, the capital and asset of company were contributed by the members, but it will not be considered as their joint property. ജോയിൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബിക്കോസ് എന്താണ്, കമ്പനിക്ക് പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാനും അതുപോലെ പർച്ചേസ് ചെയ്യാനും സെല് ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ് ഉണ്ട് അല്ലേ. ദെൻ കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് സ്യൂഡ്. അതായത് ഒരു കമ്പനി ഫോമായിട്ട് ലീഗലി ഇൻകോർപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ ആ കമ്പനീനെ ആർക്ക് വേണമെങ്കിലും സ്യൂ ചെയ്യാം. അതുപോലെ തന്നെ ആ കമ്പനിക്ക് ആരെ വേണമെങ്കിലും സ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ദെൻ നമ്പർ ഓഫ് മെമ്പേഴ്സ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീനെ പറ്റി നമ്മൾ വരുന്ന പേജസിൽ നമ്മൾ കാണും. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നൊരു കാര്യമാണ് 2 ടൈപ്പ് ഓഫ് കമ്പനി. പബ്ലിക് കമ്പനി നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിസിൽ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. പബ്ലിക് കമ്പനി അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനിയിൽ മിനിമം എത്ര പേര് വേണം? മിനിമം 7 പേര് വേണം. മാക്സിമം നമുക്ക് എത്ര പേര് വേണമെങ്കിലും ആവാം. അൺലിമിറ്റഡ് ആവാം. അൺലിമിറ്റഡ് എത്ര പേർക്ക് വേണമെങ്കിലും ഒരു പബ്ലിക് കമ്പനിയുടെ ഭാഗമാവാനായിട്ട് പറ്റും. പക്ഷെ മിനിമം 7 പേരെങ്കിലും ഇല്ലാതെ ഒരു കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് മിനിമം എത്ര പേരാണ്? 2 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം 200 ആയിരിക്കും. ഓക്കെ, മാക്സിമം 200. മിനിമം 2, മാക്സിമം 200 പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ. ഓക്കെ, ഇനി നമ്മൾ കുറച്ചധികം ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, നമ്മളിപ്പോൾ പഠിച്ചത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. സോ ഡിഫൈൻ കമ്പനി ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഫസ്റ്റ് നമ്മൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 20 പറഞ്ഞുള്ള ഡെഫിനിഷൻ. നിങ്ങൾക്ക് സെക്ഷൻ ഓർമ്മയില്ലെങ്കിൽ കോട്ട് ചെയ്യേണ്ട. തെറ്റായിട്ട് സെക്ഷൻ കോട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഡെഫിനിഷൻ മാത്രമായിട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് ഈ പോയിന്റ്സ് മസ്റ്റായിട്ടും എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്ത് എഴുതുന്നുണ്ടെന്ന് കൺഫേം ചെയ്യുക. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ്റെ ബേസിൽ കമ്പനീനെ നമുക്ക് 3 രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചാർട്ടേഡ് കമ്പനി. ദെൻ സെക്കൻഡ് വൺ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ആൻഡ് അതുപോലെ തന്നെ രജിസ്റ്റേർഡ് കമ്പനി. രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി പഠിച്ചൊരു കമ്പനി തന്നെയാണ്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഏതെങ്കിലും ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിനെയാണ് നമുക്ക് രജിസ്റ്റേർഡ് കമ്പനി എന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചാർട്ടേഡ് കമ്പനി? ഇൻ ബ്രിട്ടീഷ് റൂളിൻ്റെ ടൈമിലാണ് ഈ ഒരു ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ഫോം ചെയ്ത് വന്നിട്ടുള്ളത്. എപ്പോഴായിരുന്നു? ബ്രിട്ടീഷ് റൂൾ ആ ഒരു ടൈമിലായിരുന്നു. ദി ക്രൗൺ ഹാസ് ദ പവർ ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് ഈ കമ്പനി. ഓക്കെ, ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, അതായത് 1694 ഫോം ചെയ്തിട്ടുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഒരു ചാർട്ടേഡ് കമ്പനിയുടെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഈ ഒരു ടൈപ്പ് ഓഫ് കമ്പനി ഇപ്പോൾ എക്സിസ്റ്റൻസിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനി ഫോംഡ് ബൈ ലോ, പാസ്ഡ് ബൈ പാർലമെൻറ്റ് അല്ലെങ്കിൽ ബൈ മീൻസ് ഓഫ് എനി സ്പെഷ്യൽ ആക്ട്. ഏതെങ്കിലും സ്പെഷ്യൽ ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്? സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ RBI ആണ്, അല്ലെങ്കിൽ LIC കമ്പനി. ഇതെല്ലാം ഓരോ സ്പെസിഫിക് ആക്ട് പ്രകാരം RBI ആക്ട് പ്രകാരം ക്രിയേറ്റഡ് ആയിട്ടുള്ളതാണ് RBI. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതിനും ഒരു സ്പെഷ്യൽ ആക്ട് ഉണ്ട്. ഓക്കെ, രജിസ്റ്റേർഡ് കമ്പനി എന്താണെന്നുള്ളത് പഠിച്ചു. ആൻഡ് ഇനി കമ്പനിയുടെ ലയബിലിറ്റിയുടെ ബേസിൽ നമുക്ക് കമ്പനീനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഒന്ന്, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, ആൻഡ് അതുപോലെ തന്നെ അൺലിമിറ്റഡ് കമ്പനി. യെസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, അൺലിമിറ്റഡ് കമ്പനി ആൻഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ അതായത് ഓരോ മെമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് എത്രയാണോ അത്രത്തോളം മാത്രമായിരിക്കും ലിക്വിഡേഷൻ ടൈമിൽ അവർക്ക് കമ്പനിക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യത. അവർ എടുത്തിട്ടുള്ള ഷെയർസിൽ എത്രയും അൺപെയ്ഡ് ആണോ അത്രയും എമൗണ്ട് അവർ ലിക്വിഡേഷൻ സമയത്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, വായിച്ചു നോക്കുകയാണെങ്കിൽ മെമ്പേഴ്സ് റെസ്പോൺസിബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് ബാലൻസ് ഓൺ ദ സ്റ്റോക്ക് ദേ ഹോൾഡ് ഇൻ കേസ് ഓഫ് പാർഷ്യലി പെയ്ഡ് ഷെയർസ്.
member has no further responsibility to the corporation if he has paid the entire face value of stock he owns. അല്ല ഒരു 10 ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 10 ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ അത്രയും മാത്രമേ ആൾക്ക് കമ്പനിയോട് ലയബിലിറ്റി വരുള്ളൂ. ആർക്ക്? നമ്മുടെ മെമ്പേഴ്സിന്. ഓക്കെ. ദെൻ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രോമിസ് ഉണ്ടാവുകയാണ്. ലിക്വിഡേഷൻ അല്ലെങ്കിൽ ഇൻസോൾവൻസിയുടെ സമയത്ത്, കമ്പനിയുടെ അസറ്റിൻ്റെ എത്ര ഭാഗം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോമിസ് വരുമ്പോൾ ആ ഒരു പ്രോമിസിനെ നമ്മൾ എന്തെന്ന് പറയും? ഗ്യാരണ്ടി എന്ന് പറയും. അത് നമുക്ക് MOAയിൽ സ്പെസിഫൈ ചെയ്യേണ്ടതാണ്. ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രം ഈ പറഞ്ഞിട്ടുള്ള പ്രോമിസ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് മെമ്പേഴ്സിൽ നിന്ന് വിളിച്ച് എടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അതിനെയാണ് കമ്പനി ലിമിറ്റഡ് ബൈ എന്തെന്ന് പറയുന്നത്? ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അൺലിമിറ്റഡ് കമ്പനി. സോ എല്ലാവരും ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കമ്പനി എന്താണെന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ ഡെഫിനിഷൻ, മീനിങ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 11 പോയിന്റ്സ് ഉണ്ടായിരുന്നു. അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ടൈപ്സ് ഓഫ് കമ്പനിയാണ് പഠിക്കുന്നത്. ടൈപ്സ് ഓഫ് കമ്പനിയിൽ എന്താണ്? 3 തരത്തിലുള്ള ഒരു കമ്പനി ബേസ്ഡ് ഓൺ ഇൻകോർപ്പറേഷൻ നമ്മൾ പഠിച്ചു. ചാർട്ടേഡ്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് രജിസ്റ്റേർഡ് കമ്പനി. അതുപോലെ തന്നെ ലയബിലിറ്റിയുടെ ബേസിൽ 3 എണ്ണം ഉണ്ട്. എന്തൊക്കെയാണ്? ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനി. Unlimited company എന്ന് പറയുമ്പോൾ there is no limit in the context of liability to its members such as they are termed as unlimited company. Unlimited company ആണ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സിന് എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. In this company all members are liable for any loss that occur to the company. They have to pay debt, interest, loan. ബേസിക്കലി കമ്പനിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിമിറ്റഡ് ലയബിലിറ്റി ആണ് എന്നുള്ളത്. സോ ഒരു അൺലിമിറ്റഡ് കമ്പനിയാണ് സ്പെസിഫിക്കലി നമ്മൾ മെൻഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിന് എന്ത് വരില്ല? ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ഈ പറഞ്ഞ ഡെറ്റ് പേ ചെയ്യാനും ഇൻട്രസ്റ്റ് പേ ചെയ്യാനും ലോൺ റീപേ ചെയ്യാനും ഒക്കെ എന്തുണ്ടാവും? ലയബിലിറ്റി ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്. പ്രൈവറ്റ് കമ്പനിയുടെ മിനിമം എത്രയാണ്? മിനിമം 2, അതുപോലെ തന്നെ മാക്സിമം 200. ആൻഡ് പ്രൈവറ്റ് കമ്പനീനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 68 അവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ്സ് പ്രൈവറ്റ് കമ്പനി മീൻസ് ദോസ് കമ്പനി ഹൂസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ റെസ്ട്രിക്ട് ദ ഫോളോയിങ്. കമ്പനിയുടെ പ്രൈവറ്റ് കമ്പനി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അതായത് AOAയിൽ കുറച്ച് കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്ന്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. പബ്ലിക് കമ്പനിയുടെ കേസിൽ അതായത് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഈസി ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കാര്യം കൊണ്ട് നമ്മൾ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് AOA ത്രൂ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓൾ ടുഗദർ ഒരു ട്രാൻസ്ഫറബിലിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. അപ്പം AOAയിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് നമുക്ക് പ്രൈവറ്റ് കമ്പനി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്തിന്? ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസിന് റെസ്ട്രിക്ഷൻസ് ഉള്ളത്. ആൻഡ് ദെൻ സ്റ്റോപ്പ് ദ പബ്ലിക് ടു അലോക്കേറ്റ് ദെയർ ഷെയർസ് ഇൻ ദെയർ കമ്പനി. പബ്ലിക്കിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല ഷെയർസ്. അതുപോലെ തന്നെ ലിമിറ്റഡ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി, അതായത് 200ലേക്ക് ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ₹1 lakh. ബട്ട് അമെൻമെൻറ്റ് 2005 അമെൻമെൻറ്റ് കാരണം ഇത് ഈ ഒരു റെസ്ട്രിക്ഷൻ അതായത് മിനിമം പെയ്ഡ് ക്യാപിറ്റലിനെ റെസ്ട്രിക്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം 3 കാര്യങ്ങളാണ് മെയിനായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് സ്റ്റോപ്പ് ചെയ്യല്ല, റെസ്ട്രിക്ഷൻ മാത്രമാണ്. ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. കമ്പനി ഫോമിനെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനില്ല. AOA ത്രൂ എന്ത് ചെയ്യാം? റെസ്ട്രിക്റ്റ് ചെയ്യാം. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പബ്ലിക്കിൽ നിന്ന് ഷെയർസ് എടുക്കാൻ പറ്റാത്ത, അതുപോലെ കമ്പനിയുടെ മെമ്പേഴ്സിന് നമ്പർ ഓഫ് മെമ്പേഴ്സിന് 200ലേക്ക് ലിമിറ്റ് ആയിട്ടില്ല. ഈ 3 കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? പ്രൈവറ്റ് കമ്പനി എന്ന് പറയാൻ പറ്റും. സെക്ഷൻ 2 സബ്സെക്ഷൻ 68 ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ 1 lakhന്റെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എവിടെ ഉണ്ടായിരുന്നു? ബിഫോർ 2005 അമെൻമെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല. ഇപ്പം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നോ മിനിമം ക്യാപിറ്റൽ ഇസ് നെസസറി ടു ക്രിയേറ്റ് എ
പ്രൈവറ്റ് കമ്പനി. അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഓൺലി 2 members ആർ റിക്വയർഡ്. ഫോം ചെയ്യണമെങ്കിൽ 2 members മതി. അപ്പോൾ മാക്സിമം നമുക്ക് 200 members പറ്റുള്ളൂ. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്താണ്? റെസ്ട്രിക്റ്റഡ് ആണ്. ഈസി ട്രാൻസ്ഫർ ഇല്ല, പക്ഷേ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ എന്താണ്, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരിതില്ല. അലൗഡ് ആണ്, പക്ഷെ റെസ്ട്രിക്റ്റഡ് ആണ് എന്നുള്ളത്. നെയിം ഓഫ് കമ്പനി, അത് നമ്മൾ ഇതുവരെ പറയുന്നൊരു കാര്യമാണ്. കമ്പനിയുടെ പേരിൻ്റെ കൂട്ടത്തിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുകൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ്? നെസസറി ആണ്. നെസസറി ആയിട്ട് കമ്പനിയുടെ പേരിൻ്റെ കൂട്ടത്തിൽ പ്രൈവറ്റ് കമ്പനി എന്ന്, പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ PVT ലിമിറ്റഡ്, പ്രൈവറ്റ് കമ്പനി തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഇൻ ദയർ ലാസ്റ്റ് നെയിംസ് ആയിട്ട് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ്? മസ്റ്റ് ആണ്. ദെൻ പബ്ലിക് കമ്പനി എന്താണ്? പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് ദോസ് കമ്പനി ദാറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനീസിനെല്ലാം എന്താണ് നമ്മൾ പറയുന്നത്? പബ്ലിക് കമ്പനി എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 2 സബ്സെക്ഷൻ 71 ഡിഫൈൻ ചെയ്യുന്നത് കമ്പനീനെ, അതായത് പബ്ലിക് കമ്പനീനെ. അവിടെ പബ്ലിക് കമ്പനിയിൽ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ ഇല്ല. ട്രാൻസ്ഫർ ഓഫ് ഷെയർസിന് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ പോലും ഇല്ല. ഫ്രീലി അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മിനിമം 5 lakh ആണ്. അതുപോലെ തന്നെ മെമ്പേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 7, മാക്സിമം നോ ലിമിറ്റ് ആണ്. സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ളത് പബ്ലിക് കമ്പനി ഇസ് ഫോംഡ് ബൈ ലെജിസ്ലേഷൻ. അതുപോലെ തന്നെ ലെജിസ്ലേഷൻ പാസ്ഡ് ബൈ പാർലമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ആക്ട് പ്രകാരം. കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും, വിച്ച് ഇസ് നോമിനേറ്റഡ് ബൈ ദ ഗവൺമെന്റ്. മോട്ടീവ് എന്ന് പറയുന്നത് പ്രൈമറി ടു പ്രൊവൈഡ് ദി സർവീസ് ആൻഡ് നോട്ട് ഓൺലി മേക്കിംഗ് പ്രോഫിറ്റ് ഫ്രം ദി സൊസൈറ്റി. പ്രോഫിറ്റ് ഏർണിംഗ് മാത്രമല്ല, എന്തും കൂടെയാണ് അവരുടെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്? സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കൂടെ ആണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് കമ്പനിക്ക് ഒരു ആനുവൽ ജനറൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അക്കൗണ്ടബിലിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി പഠിച്ചു. അതുപോലെ തന്നെ അൺലിമിറ്റഡ് കമ്പനി, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, രജിസ്റ്റേർഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, അതുപോലെ തന്നെ ചാർട്ടേഡ് കമ്പനി. ദെൻ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ കമ്പനി എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ ആണോ? ആദൂസ് വേൾഡ്, ഹീസൻബർഗ്, ഭയങ്കര ഡിഫറെൻറ്റ് നെയിം ഒക്കെയാണ്. യെസ്, ഓക്കെ ആണോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വരാൻ സാധ്യതയില്ല. ഇതൊക്കെ നമ്മുടെ കമ്പനീസ് ഇതിൻ്റെ ABCD ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ഒരു ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ സിംപ്ലി ഗവൺമെന്റ് ക്യാരി ചെയ്യുന്നു 51% ഒരു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഒരു കമ്പനിക്കും ഓരോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ 51% ആര് ഹോൾഡ് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് കമ്പനിയാണ്? ഗവൺമെന്റ് കമ്പനിയാണ്. ഓക്കെ. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. എന്താണ് ഡൗട്ട്? എന്താ ചോദിക്കുക, കേക്കട്ടെ. എൻജോയ്സ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നമ്മൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചതുപോലെ തന്നെ, അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഇതിനെ ഗവേൺ അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, BOD ആണ്. നിങ്ങൾ ഈ ഷോർട്ട് ഫോംസ് ഒക്കെ ഒന്നും അധികം എഴുതി വെക്കരുത്. നിങ്ങൾ മാക്സിമം അത് എലാബറേറ്റ് ചെയ്ത് തന്നെ എഴുതാൻ ശ്രമിക്കുക. പാർഷ്യലി പെയ്ഡപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കാം. സ്റ്റാഫ് എന്ന് പറയുന്നത് സിവിൽ സർവൻസ് അല്ല, പേഴ്സണൽ സ്റ്റാഫ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ദെൻ ഇനി ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെ കമ്പനീനെ പറ്റിയാണ്? ഗവൺമെന്റ് കമ്പനി, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഫോറിൻ കമ്പനി. ഇത്തരം കമ്പനീനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യനെ നമ്മൾ എന്താണ് പറയുന്നത്? ഫോറിൻ കമ്പനി എന്നാണ് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് കമ്പനി ഹാസ് ടു ഫുൾഫിൽ സച്ച് type criteria like its place of business should be in India through itself അല്ലെങ്കിൽ ഏജന്റ് ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിലോ ആയിരിക്കാം. അവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബിസിനസ് ആക്ടിവിറ്റി ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ദെൻ നമുക്ക് പഠിക്കാനുള്ള കമ്പനീസ്, നമ്മളിപ്പോൾ പഠിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസിനെ പറ്റിയാണ്. ഇനി ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് കമ്പനി, സ്മോൾ കമ്പനി, 1 person കമ്പനി, ഡോർമെന്റ് കമ്പനി, ഈ 4 കമ്പനീസ് എന്താണ് എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കാം.
NPO അല്ലെങ്കിൽ നോട്ട് പ്രോഫിറ്റ് കമ്പനി, നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസിനെയാണ് നമ്മൾ NPO അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇവരുടെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നുള്ളത് എന്തായിരിക്കും? പ്രോഫിറ്റ് ഏർണിംഗ് ആയിരിക്കില്ല. ഇവരുടെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ചാരിറ്റി അല്ലെങ്കിൽ ആർട്സ്, സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? NPO എന്ന് പറയുന്നത്, നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? രണ്ട് രീതിയിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യാം. സോഷ്യൽ ഓർഗനൈസേഷൻ ആയിട്ടും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ടു ഇംപ്രൂവ് ഓർ കളക്ട് സോഷ്യൽ കോസസിനെ ഇംപ്രൂവ് അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സോഷ്യൽ ഓർഗനൈസേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ബിക്കോസ് ദേ മേക്ക് ഓർഗനൈസേഷൻ ഫ്രം സ്മോൾ ലോക്കൽ ഗ്രൂപ്പ്സ് ടു ബിഗ് ഏജൻസീസ് വിത്ത് ബ്രാഞ്ചസ് അക്രോസ് ഇന്ത്യ. ഓക്കെ, മെയിനായിട്ട് NPOs എല്ലാം തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ആണ്. അവരുടെ വർക്ക്സ് എന്ന് പറയുന്നത് ക്ലീനിങ് ദ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഇംപ്രൂവ് നെയ്ബർഹുഡ്സ്, അതുപോലെ തന്നെ പ്രൊമോട്ട് റീസൈക്ലിംഗ് ഓഫ് സബ്സ്റ്റൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നവർക്ക്. ആ ഒരു രീതിയിലുള്ളതിനെയാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ് ഓർ കളക്ട് സോഷ്യൽ കോസസ്, ഡൊണേഷൻസ് നടത്തുക, പ്രോഫിറ്റ് മെയ്ഡ് റീറ്റെയിലിംഗ് കോൾസ്, എന്നിട്ട് ആ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ടു പ്രൊവൈഡ് ഹെൽപ്പ് ഫോർ ദ നീഡി, ആവശ്യമുള്ളവർക്ക് ഹെൽപ്പായിട്ട് കൊടുക്കുന്നു. അങ്ങനെയുള്ളതിനെയാണ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ സോഷ്യൽ ഓർഗനൈസേഷൻ, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഇൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മനസ്സിലായല്ലോ. ദെൻ 1 person കമ്പനി എന്താണ്? 1 person കമ്പനി അസറ്റ് അതിൻ്റെ പേര് പറയുന്നത് പോലെ ഓൺലി 1 person ആസ് മെമ്പർ ആയിട്ട് ഓൺലി 1 person ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള കമ്പനീസിനെയാണ് നമ്മളതെന്ന് പറയുന്നത് 1 person കമ്പനി എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻലി എന്ന് വെച്ചാൽ ടു എൻകറേജ് ദ മൈക്രോ ബിസിനസ് ആൻഡ് എന്റർപ്രണേഴ്സ് വിത്ത് സിമ്പിൾ പ്രോസസ് ബൈ ഡിവോട്ടിങ് ലെസ് ടൈം, എനർജി ആൻഡ് റിസോഴ്സസ്. ചെറിയ വ്യവസായങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം ഓഫ് കമ്പനിയാണ് 1 person കമ്പനി എന്ന് പറയുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണ്? ഓൺലി 1 person ആണ് മെമ്പർ ആയിട്ടുള്ളത്. പിന്നെ ഒരു നോമിനി ഉണ്ടാവും, അതും ഒരാളായിരിക്കും ഉണ്ടാവുക. രണ്ടും ഒരാൾ എന്നല്ല, അതും ഒരു നോമിനി ഒരു മെമ്പർ, അങ്ങനെ മൊത്തം 2 പേരായിരിക്കും അവിടെ ഉണ്ടാവുക. ഒരു നാച്ചുറൽ പേഴ്സണിന് മാത്രമേ, കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഒരു നാച്ചുറൽ പേഴ്സണിന് മാത്രമേ എന്താവാനായിട്ട് പറ്റുള്ളൂ? ഒരു 1 person കമ്പനി അല്ലെങ്കിൽ ഹിയർ ബൈ നമുക്കിനി ഓഫീസിൽ നിന്ന് വിളിക്കാം, ഓഫീസിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ആൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, അതുപോലെ തന്നെ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ 182 days ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൽ, അതായത് ഇപ്പോൾ 2025-26 വർഷത്തിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24-25 ഫിനാൻഷ്യൽ ഇയറിൽ അയാൾ അറ്റ്ലീസ്റ്റ് 182 days ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? സ്റ്റേ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ അയാൾക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന ഉള്ളൊരു സ്റ്റാറ്റസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ എലിജിബിൾ ആയിരിക്കണം. നോമിനി എന്ന് പറയുന്നത് സിംഗിൾ മെമ്പർ ഓഫ് ആൻ OPC ആയിരിക്കണം. ഓക്കെ, ആൻഡ് കുറച്ച് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനറിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല? ഒരു OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ കനോട്ട് കൺവേർട്ട് ഇൻസ് കമ്പനി ഇൻ ടു എനി ടൈപ്പ് ഓഫ് കമ്പനി അൺലെസ് 2 years ഹാവ് ബീൻ കംപ്ലീറ്റഡ്. അതായത് ഒരു 1 person കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 2 years കഴിയുന്നതിന് മുമ്പ് വേറൊരു ഫോം ഓഫ് കമ്പനിയിലേക്കും ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. 2 years കഴിഞ്ഞാൽ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു ത്രെഷോൾഡ് ടേൺ ഓവർ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ടേൺ ഓവർ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കൺവേർട്ട് ചെയ്യാം. അത്രയുമാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് ബിറ്റ്വീൻ 1 person കമ്പനി ആൻഡ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഇതും കൂടെ വായിച്ച് വെക്കുക. ഇത് നമ്മൾ ഇത്രയും നേരം പഠിച്ച ഒരു കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വായിച്ചു വയ്ക്കുക. ദെൻ സ്മോൾ കമ്പനി എന്ന് പറയുന്നത് ലിറ്ററലി അത് പ്രൈവറ്റ് കമ്പനി തന്നെയാണ്, പക്ഷേ വിത്ത് ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ ലെസ് പ്രോഫിറ്റ് ഉണ്ട്, ആ ഒരു രീതിയിൽ പോകുന്നതാണ്. അതായത് ഇതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലും അല്ലെങ്കിൽ ടേൺ ഓവറിലും റെസ്ട്രിക്ഷൻ ഉണ്ട്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാക്സിമം എത്രയാണ്? 50 lakh. ഇനി അതിലും കൂടിപ്പോയാൽ 10 crore കൂടാനായിട്ട് പാടില്ല. 50 ഇനി അതിനേക്കാളും കുറച്ചും കൂടി കൂടുകയാണെങ്കിൽ 10 crore. ടേൺ ഓവറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 2 crore വരെ ടേൺ ഓവർ ആവാം. ഇനി കുറച്ചും കൂടി കൂടുവാണെങ്കിൽ പോലും 100 crore എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? മുകളിൽ പോകാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള കമ്പനീസിനെയാണ് നമ്മൾ
സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് ഈവൻ ദോ ഇതാണെങ്കിൽ പോലും ചില കമ്പനീസിനെ എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുണ്ട് എന്തല്ല എന്നുള്ളത്, സ്മോൾ കമ്പനി അല്ല എന്നുള്ളത്. ഒന്നൊരു പബ്ലിക് കമ്പനീനെ നമുക്ക് സ്മോൾ കമ്പനി ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. ഓൺലി പ്രൈവറ്റ് കമ്പനീസിനെയാണ് നമുക്ക് സ്മോൾ കമ്പനി ആയിട്ട് കാണാൻ കഴിയുന്നത്. കാരണം നമ്മൾ പബ്ലിക് കമ്പനി പഠിച്ചപ്പോൾ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്താവാനായിട്ട് പറ്റില്ല, ഒരു സ്മോൾ കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ കമ്പനി ഹോൾ സബ്സിഡിയറി ഓഫ് എനി അതർ കമ്പനി, ഏതെങ്കിലും മറ്റു കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റില്ല, സ്മോൾ കമ്പനി ആവാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ സെക്ഷൻ 8 കമ്പനിക്കും പറ്റില്ല. അതുപോലെ ഹോൾഡിംഗ് കമ്പനിക്ക് പറ്റില്ല. കമ്പനി ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ടിനോ ഒരു സ്മോൾ കമ്പനിയുടെ സ്റ്റാറ്റസിൽ നിൽക്കാനായിട്ട് പറ്റില്ല. ഇത്രയും കമ്പനീസിന് ഒരു സ്മോൾ കമ്പനി സ്റ്റാറ്റസിൽ ഉണ്ടാവാനായിട്ട് പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ ആണോ? then ഒരു ഡോർമെന്റ് കമ്പനി ലിറ്ററലി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ ഇൻആക്റ്റീവ് ആയിട്ടുള്ള കമ്പനി. ഡോർമെന്റ് കമ്പനീനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ആദ്യം ഈ ഒരു പോയിന്റ് ചെയ്ത്, ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത് ഇൻആക്റ്റീവ് അല്ലെങ്കിൽ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പനിനെയാണ് നമ്മൾ ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസിൽ വിളിക്കുന്നത്. അതിന് എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഡോർമെന്റ് എന്നൊരു സ്റ്റാറ്റസിലേക്ക് ഒരു കമ്പനി വരുന്നത്? അതായത് കമ്പനി ഒരു അറ്റ്ലീസ്റ്റ് 2 വർഷത്തേക്ക് 2 വർഷത്തേക്ക് കണ്ടിന്യൂസ്ലി ഇവർ എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സെക്ഷൻ 455 കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 455 ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേ. നമ്മളുടെ ഡോർമെന്റ് കമ്പനി നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. നോട്ടൊക്കെ കിട്ടും, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പഠിച്ചതൊക്കെ മറന്നു പോകും എന്നുള്ളൊരു തോന്നൽ എപ്പോഴും നമുക്ക് തിയറി പഠിക്കുമ്പോൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പഠിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അതൊന്ന് എഴുതി കൂടെ പോവാം. ഹായ്, ഹലോ. സോ സെക്ഷൻ 45 ഓഫ് കമ്പനീസ് ആക്ട് 2013 ഡോർമെന്റ് കമ്പനീനെ പറ്റി പറയുന്നത്. ഡോർമെന്റ് കമ്പനി എന്താണ്? ഇനോപ്പറേറ്റീവ് ആണ് അല്ലെങ്കിൽ ഇൻആക്റ്റീവ് കമ്പനീനെയാണ് നമ്മൾ ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. എന്താണ്? അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ് കണ്ടിന്യൂസ്ലി ഇവർ എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഞാൻ 9th If a company continues any transaction other than the following transaction can lose their chance of getting dormant. അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ അലൗഡ് ആണ്. അതായത് ഡോർമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇൻആക്റ്റീവ് അല്ല, അപ്പോൾ അവർ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ അവർക്ക് ചെയ്യാം. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് വന്നാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ് ആ ട്രാൻസാക്ഷൻസ്? രജിസ്ട്രാറിന് ഫീസ് കൊടുക്കുക എന്നുള്ളൊരെണ്ണം ഓക്കെയാണ്. അവർക്ക് ഡോർമെന്റ് കമ്പനി ആണെങ്കിലും അവർക്ക് ആ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പേയ്മെന്റ് ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് റിക്വയർമെന്റ് സ്റ്റേറ്റഡ് ഇൻ ദ ആക്ട് അല്ലെങ്കിൽ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഓഫ് കമ്പനിക്ക് വേണ്ടിയിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഒരു ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ 4-step പ്രോസസ്. ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് കമ്പനിക്ക് എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിനെ വിളിക്കണം. ഒരു 3/4 മെജോറിറ്റി വെച്ചിട്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 3/4 മെജോറിറ്റി എന്ത് ചെയ്യണം, അതിൽ അക്സെപ്റ്റ് ചെയ്യണം, അതിൽ അസെൻറ്റ് ചെയ്യണം, കൺസെൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ വിളിച്ച് ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഇവർ എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അതായത് വന്നിട്ടുള്ളവരിൽ 3/4 ആൾക്കാരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസിലേക്ക് പോകാനായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു അസെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് company files form name miscellaneous form number 1 with MCA along with the prescribed fees. MCA 1 ഇത് ഡിഗ്രി ക്ലാസ് ആടാ. നയൻത്ത് ക്ലാസ് ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം ഡിഗ്രിയുടെ ക്ലാസ് ആണ്. ഓക്കെ, ആഫ്റ്റർ റിസീവിങ് അസെന്റ്, ഷെയർ ഹോൾഡേഴ്സിന്റെ അസെന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, MCA മിസ്ലേനിയസ് ഫോം നമ്പർ 1 MCAക്ക് എന്ത് കൊടുക്കുന്നു,
ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. രജിസ്ട്രാർ വാസ് സാറ്റിസ്ഫൈഡ് ആൻഡ് ടേംസ് ഓഫ് കണ്ടീഷൻസ് ഓഫ് സെക്ഷൻ 455 വാസ് ഫുൾഫിൽഡ്, ദെൻ ഹി ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് ഡോർമെന്റ് കമ്പനി. അപ്പോൾ രജിസ്ട്രാർ എന്ത് നോക്കും, സെക്ഷൻ 455 പ്രകാരമുള്ള എന്ത് കണ്ടീഷൻസ് ഈ ഒരു കമ്പനി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡോർമെന്റ് കമ്പനി, ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് കൊടുക്കും, ഈ കമ്പനിക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. രജിസ്ട്രാർ വിൽ അപ്ഡേറ്റ് ദ നെയിം ഓഫ് കമ്പനി ഓൺ ദ ലിസ്റ്റ് ഓഫ് ഡോർമെന്റ് കമ്പനീസ്. ഡോർമെന്റ് കമ്പനീസിന്റെ ലിസ്റ്റിൽ ഈ ഒരു കമ്പനിയുടെ പേര് കൂടെ എന്ത് ചെയ്യും, രജിസ്ട്രാർ അപ്ഡേറ്റ് ചെയ്ത് വിടും. ഇങ്ങനെ ഇത്രയും ഈ ഒരു 4 സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസ് കിട്ടുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 3/4 മെജോറിറ്റി ഉള്ള ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ നമ്മൾ പാസ് ചെയ്യണം. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം കമ്പനി ഫയൽ ചെയ്യേണ്ടത് മിസ്ലേനിയസ് ഫോം നമ്പർ 1 ആർക്ക് ഫയൽ ചെയ്യണം, MCAക്ക് ഫയൽ ചെയ്യണം. അലോങ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ. ആൻഡ് അതുപോലെ തന്നെ രജിസ്ട്രാർ എന്ത് ചെയ്തു, ചെക്ക് ചെയ്യും. സെക്ഷൻ 455 വെച്ചിട്ട് ഈ കമ്പനി ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതിന് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ എന്ത് ഇൻകോർപ്പറേറ്റീവ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഫസ്റ്റ് വൺ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്ലേനിയസ് ഫോം നമ്പർ 1 MCAക്ക് എന്ത് കൊടുക്കണം, ആപ്ലിക്കേഷൻ ഫയൽ കൊടുക്കണം. അതുപോലെ തന്നെ രജിസ്ട്രാർ അത് സെക്ഷൻ 455 കണ്ടീഷൻസ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് ഓഫ് ഡോർമെന്റ് കമ്പനി ഇഷ്യൂ ചെയ്യും. അതിനുശേഷം രജിസ്ട്രാർ ഇത് എന്ത് ചെയ്യും, ലിസ്റ്റ് ഓഫ് ഡോർമെന്റ് കമ്പനീസിൽ ഈ കമ്പനിയുടെ പേര് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അതൊരു നഗ്നമായ സത്യമാണ്. 10th പാസ്സായാലും ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടി 9th പഠിക്കട്ടെ, എന്നിട്ടല്ലേ 10th. മാക്സിമം ടൈം ഫോർ എ കമ്പനി ടു, ഒരു കമ്പനിക്ക് മാക്സിമം 5 വർഷത്തേക്കിനാണ് എന്ത് ഡോർമെന്റ് സ്റ്റാറ്റസിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവുക. ബിയോണ്ട് 5 ഇയേഴ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സിറ്റുവേഷൻ, രജിസ്ട്രാർ ഹാസ് ദ റൈറ്റ് ടു സ്ട്രൈക്ക് ഓഫ് ദ നെയിം ഓഫ് കമ്പനി ഫ്രം ദ രജിസ്റ്റർ. ആ ഒരു കമ്പനീനെ സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയാനുള്ള റൈറ്റ് ആർക്കുണ്ട്, നമ്മുടെ രജിസ്ട്രാറിനുണ്ട്. രജിസ്ട്രാർ വന്നിട്ട് വെട്ടിക്കളയും, നീ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് വെട്ടിക്കളയും. അപ്പോൾ ഡോർമെന്റ് കമ്പനിക്ക് മാക്സിമം 5 ഇയേഴ്സിലേക്കാണ് ആ ഒരു ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസ്. ഒരു കമ്പനിക്ക് മാക്സിമം 5 ഇയേഴ്സിലേക്ക് ആ ഒരു സ്റ്റാറ്റസിൽ നിൽക്കാം. ബിയോണ്ട് 5 ഇയേഴ്സ് പോകുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ വന്നിട്ട് ഈ കമ്പനീനെ ചവിട്ടി പുറത്താക്കും. ഓക്കെ, ആ ഒരു കമ്പനീസിന്റെ ലിസ്റ്റിൽ നിന്ന് ഇതിനെ പുറത്താക്കി കളയും. ഇനി ഒരു കമ്പനി ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസിൽ നിൽക്കുവാണ്. ഓക്കെ, ഒരു 5 വർഷമൊക്കെ ആവാറായി. അപ്പം വോണ്ട് ടു ബി ആക്റ്റീവ്. ഇത്രയും നാൾ ഇനാക്റ്റീവ് ആയിരുന്നു, ഇപ്പൊ പിന്നെയും ആക്റ്റീവ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഇനാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് 4 സ്റ്റെപ്പ് ചെയ്തു. ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. MSc 1 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസിലേക്ക് പോകാനായിട്ട് ഫോം ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ MSc 4 അക്കോർഡിംഗ് ടു സെക്ഷൻ 455 സബ്സെക്ഷൻ 4 ബൈ മെൻറ്ററിംഗ് ദാറ്റ് ദേ വോണ്ട് ടു ആക്റ്റീവ് ദെയർ ബിസിനസ് അലോങ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫീസ്, നമ്മൾ MSc 4 ആർക്ക് അപ്ലൈ ചെയ്യണം, രജിസ്ട്രാറിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. MSc 4 മിസ്ലേനിയസ് ഫോം നമ്പർ 4 ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, ആൻഡ് ഫ്രം MSc 3 കൺസേണിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ആപ്ലിക്കേഷൻ ഓഫ് ആക്റ്റീവ് സ്റ്റാറ്റസ് മെൻഷൻ, ദെൻ ദ രജിസ്ട്രാർ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് ആക്റ്റീവ് റെക്കഗ്നീഷൻ. ഏത് ഫോമിലായിരിക്കും, MSc 5. അപ്പോൾ MSc 1, 3, 4, 5 ആയി. ഓക്കെ, MSc 5 സർട്ടിഫിക്കറ്റ് ഓഫ് ആക്റ്റീവ് റെക്കഗ്നീഷൻ കൊടുക്കുന്നത്, രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ആക്റ്റീവ് ആവാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് MSc 4 അല്ലാന്നുണ്ടെങ്കിൽ if register was satisfied in suo motu, then after inspecting section 206 of Companies Act can order അല്ലെങ്കിൽ provide opportunity of being heard, can remove the status of dormant company from the business, treat it as an active. ഇപ്പം നമ്മൾ പറഞ്ഞത് MSc 4 കമ്പനിക്ക് തോന്നുകയാണ്, ഓക്കെ എൻ്റെ ഇനാക്റ്റീവ് സ്റ്റാറ്റസ് കഴിഞ്ഞ് ഞാൻ ആക്റ്റീവായിട്ട് അത് പൂർവാതീത ശക്തിയോടെ ഞാൻ എൻ്റെ കമ്പനി വീണ്ടും നമ്മുടെ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ആൾക്ക് തന്നെ മനസ്സാന്തരം തോന്നി തിരിച്ച് വന്ന് ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ MSc 4 എന്ത് കൊടുക്കണം, ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇല്ല, ഇനി നമുക്ക് രജിസ്ട്രാറിന് തോന്നുവാണ് അവൻ്റെ ഇന്നാക്റ്റീവ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ആക്റ്റീവ് സ്റ്റാറ്റസിലേക്ക് രജിസ്ട്രാറിന് സിയോ മോട്ടോ, അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ. ദെൻ ഇനി ഒരു കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബിഫോർ ദാറ്റ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം, അതിനുശേഷം നമുക്ക് ഫോർമേഷനിലേക്ക് പോവാം. സോ ബ്രേക്കിന് ശേഷം എല്ലാവരും തിരിച്ചു വരിക, ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എന്ന് പറയുമ്പോൾ പിന്നെയും ഫോണിൽ തന്നെ നോക്കിയിരിക്കുക എന്നുള്ളതല്ല, ജസ്റ്റ് സ്ക്രീൻ ടൈമൊക്കെ മാറ്റി ഒരു 5 മിനിറ്റ് നിങ്ങൾ ഓഫ് സ്ക്രീൻ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ആക്റ്റീവായിട്ട് തിരിച്ചു വരിക. അപ്പം നിങ്ങൾക്ക് പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ള നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഇത് സമയത്തൊന്ന് വായിച്ച് നോക്കാവുന്നതാണ്. സോ ചെറിയൊരു ബ്രേക്കിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് വരാം. ഓക്കെ.
ഹലോ, ഹായ്, എല്ലാവർക്കും വെൽക്കം. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇതോ ബ്രേക്ക് എടുക്കാനൊക്കെ പോയോ? എന്താണ് സ്റ്റാറ്റസ്? സോ യെസ്, അപ്പം നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഇതുവരെ പറഞ്ഞതെല്ലാം ഓക്കെ ആണോ? തിയറി ആണ്, അറിയാം. എങ്ങനെയാണ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻ ബിറ്റ്വീൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് ബൈ പോയിന്റ്സ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ വാല്യൂഷൻ ചെയ്യുന്നവർക്ക് അത് വായിച്ചെടുക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, പോയിന്റ്സ് ആയിട്ട് ആൻസർ ചെയ്ത് പോകാം. കുറച്ചും കൂടെ ബെറ്റർ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെ, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. പാരഗ്രാഫ്സ് ആയിട്ടാണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ആ പോയിന്റ്സിനെ എലാബറേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ കമ്പനി എന്താണ്, കമ്പനി എങ്ങനെയാണ്, കമ്പനിയുടെ പ്രത്യേകതകൾ, ഏതൊക്കെ തരത്തിലുള്ള കമ്പനി ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഈ ഒരു കമ്പനി നമ്മൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു കമ്പനി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, സോ എത്ര പേര് ഈ കമ്പനിയിൽ മെമ്പേഴ്സ് ആവാൻ റെഡിയാണ്? ഇന്നിപ്പോൾ ഈ കമൻറ്റ് സെക്ഷനിൽ വരുന്ന എല്ലാവരും ഈ കമ്പനിയിൽ മെമ്പേഴ്സ് ആക്കാൻ നമ്മൾ ഒക്കെ ആയിരിക്കും. അപ്പോൾ എത്ര പേരുണ്ട് ഈ കമ്പനിയിൽ മെമ്പർ ആവാനായിട്ട്? നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു കമ്പനി തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, സോ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 3-ലാണ് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കമ്പനി ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേര് മിനിമം വേണം, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേര് വേണം, 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ മിനിമം ഒരാൾ വേണം എന്നുള്ളത്. അപ്പം ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഒരു പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇറ്റ് ഹാസ് ടു ഇൻവോൾവ് 7 മെമ്പേഴ്സ് ഓർ മോർ. എന്തിനു വേണ്ടിയിട്ട്? സബ്സ്ക്രൈബ് ടു ദർ നെയിംസ് ആൻഡ് മെമ്മോറാണ്ടത്തിലേക്ക് ഇവർ ഈ ഒരു കമ്പനിയുടെ മെമ്പേഴ്സ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാനായിട്ട് മിനിമം 7 പേര് പബ്ലിക് കമ്പനിയുടെ കേസിൽ വേണം, 2 പേര് പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ, 1 പേഴ്സൺ കമ്പനിയുടെ കേസിൽ ഒരാൾ ഉണ്ടായിരിക്കണം. ഇതാണ് ഫസ്റ്റ് റിക്വയർമെന്റ് എന്നുള്ളത്. ആൻഡ് ദെൻ സ്റ്റേറ്റ്മെന്റ് ഫ്രം ഓൾ ദ സബ്സ്ക്രൈബേഴ്സ്. ഇങ്ങനെ വന്നിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും കയ്യിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. എന്താണ് ആ സ്റ്റേറ്റ്മെന്റിൽ പറയേണ്ടത്? സ്റ്റേറ്റ്മെന്റ് സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല, ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് നെയിം ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് വാങ്ങണം. ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഹി ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് any offense in relation with the procedure of incorporation of any other കമ്പനി. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ഡയറക്ടേഴ്സിൽ നിന്നും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം എന്നുള്ളതാണ്. ആൻഡ് ഇത് നമ്മൾ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ നമ്മളുടെ ഒരു ഫോർമൽ രജിസ്റ്റേർഡ് ഓഫീസ് നമുക്ക് ഫോർമലി അത് കിട്ടുന്നത് വരെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഡൊമിസൈൽ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ പെർട്ടിക്കുലേഴ്സ് ഓഫ് എവറി സബ്സ്ക്രൈബർ ടു ബി ഫയൽഡ് വിത്ത് ആര്, രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്യണം. എപ്പോൾ? ഈ ഇൻകോർപ്പറേഷൻ പീരീഡിൽ നമ്മൾ ഫയൽ ചെയ്യണം. ദ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. സൈൻ ചെയ്യാൻ എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തമ്പ് ഇംപ്രഷൻ നടത്തേണ്ടതാണ്. ആൻഡ് ഇവരുടെ ബേസിക് ഡേറ്റ കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്ത് ഇവരുടെ സിഗ്നേച്ചറും എവിടെ വേണം? മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ വേണം എന്നുള്ളത്. ഓക്കെ, ദെൻ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ, സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടത്തിന് താഴെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് ഈ പെർട്ടിക്കുലേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്യണം. എന്താണ് ആ ഡീറ്റെയിൽസ് എന്നുള്ളത്? പേര്, അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം അല്ലെങ്കിൽ മദേഴ്സ് നെയിം, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, occupation, income tax, permanent account number, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഡൊമിസൈൽ, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, പ്രൂഫ് ഐഡൻറ്റിറ്റി കാർഡ്, പാൻ കാർഡ് മസ്റ്റ് ആണ്, കമ്പൽസറി ആണ്. എലോങ് വിത്ത് ദാറ്റ്
ഈ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം കൂടെ വേണം. അതുപോലെ തന്നെ ഫോറിൻ നാഷണൽസ് ആൻഡ് ഇന്ത്യൻ നാഷണൽസിന്, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് എന്ത് വേണം? പാസ്പോർട്ടും കൂടെ നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് അതുപോലെ തന്നെ also bank statement, electricity bill and telephone bill shall be above the 2 months. Okay. Proof of nationality in case of subscriber is an NRI ആണെന്നുണ്ടെങ്കിൽ അവരുടെ നാഷണാലിറ്റി പ്രൂഫ് ഏതെങ്കിലും ഒന്ന് വേണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഈസ് പ്രീവിയസ്ലി എ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഓഫ് കമ്പനി, കമ്പനിയുടെ ഒരു പ്രീവിയസ്ലി ഡയറക്ടറോ പ്രൊമോട്ടർ ആയിരുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ നെയിം ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ ഇഫ് ഇൻട്രസ്റ്റഡ് ആസ് എ ഡയറക്ടർ ഓർ പ്രൊമോട്ടർ എന്നുള്ള കാര്യങ്ങളും കൂടെ വേണം. അതുപോലെ തന്നെ മെമ്മോറാണ്ടം, ഒരു കമ്പനി ആണെങ്കിൽ, നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഒരു കമ്പനി ആണെങ്കിൽ കമ്പനിയുടെ ഐഡന്റിറ്റി നമ്പർ GLN, ഗ്ലോബൽ ലൊക്കേഷൻ നമ്പർ, അല്ലെങ്കിൽ നെയിം ഓഫ് ദി ബോഡി കോർപ്പറേറ്റ്, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ്, ഈ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ്, ഇമെയിൽ ID. ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫൈഡ് കോപ്പി, ട്രൂ കോപ്പി ഓഫ് ബോർഡ് റെസൊല്യൂഷനും വേണം. ഇത്രയും കാര്യങ്ങൾ ഓരോ പെർട്ടിക്കുലേഴ്സ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് 2-3 തവണ വായിച്ചു കഴിയുമ്പോഴത്തേക്കും കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രാറിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ if the registrar was satisfied with all these documents ഫയൽ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഈ ഡോക്യുമെന്റ്സിലെല്ലാം നമ്മൾ രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. സർട്ടിഫിക്കറ്റ് ടു ദ കമ്പനി വിച്ച് ഇൻകോർപ്പറേറ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ദാറ്റ് ദ പ്രപ്പോസ് കമ്പനി ഇൻഫോംഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം ഇങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റഡ് ആയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് ഇഷ്യൂ ചെയ്യും? രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യും. ഓക്കെ. ആൻഡ് അതിനോടൊപ്പം allotment of corporate identity number on the day when the company was incorporated, the date should be mentioned. എന്നാണോ ഈ പറഞ്ഞ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ എവറി ഡോക്യുമെന്റ് ആൻഡ് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്യണം എന്നുള്ളത്. ടിൽ എപ്പോൾ വരെ? വൈൻഡിങ് അപ്പിന് വരെ. ഈ കമ്പനിയുടെ ആക്ട് പ്രകാരം വൈൻഡ് അപ്പ് ആവുന്ന സമയം വരെ ഇതിൻ്റെ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സും ഇൻഫർമേഷൻസും നമ്മൾ എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ എൻഹാൻസിങ് ഓഫ് ഫാൾസ് ഓർ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ ഓർ ഡിഫീറ്റ് മെറ്റീരിയൽ ഫയൽ. ഏതെങ്കിലും ഒരു മെമ്പർ, നമ്മൾ നേരത്തെ കുറേ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതിലേതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുകയാണെങ്കിൽ, നോയിങ് ദാറ്റ് ദ ഡോക്യുമെന്റ് കണ്ടെയ്ൻസ് എനി ഫോൾസ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ഡിഫീറ്റ് ടു റെക്ടിഫൈ, കമ്പനി ഷുഡ് ബി ലയബിൾ. സെക്ഷൻ 447 പ്രകാരം ഉള്ള ലയബിലിറ്റി ആർക്ക് വരും? കമ്പനിക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കുക. താഴെ പറയുന്നതും എഗെയിൻ ആ ഒരു കാര്യമാണ്. മെറ്റീരിയൽ ഫാക്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഡിഫീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത് റോങ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ സെക്ഷൻ 447 ആർക്ക് ലയബിലിറ്റി വരും? കമ്പനിക്ക് ലയബിലിറ്റി വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഇഫ് ഒരു കമ്പനി രജിസ്ട്രേഷൻ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഗിൽറ്റി ആയിട്ട് കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ സെക്ഷൻ 447 എന്ത് വരും? ലയബിലിറ്റി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ പറഞ്ഞ ഒരു ഇൻകോർപ്പറേഷൻ ഉണ്ടല്ലോ, നമ്മളുടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെക്ഷൻ 9 അതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നത്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്താ ഈ എഫക്റ്റ് ഓഫ് രജിസ്ട്രേഷൻ. എന്തൊക്കെയാണ് ഈ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓരോ കമ്പനിക്കും ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം വരും. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറും. അതുപോലെ തന്നെ പെർപ്പച്വൽ സക്സഷൻ ഉണ്ടാവും. കമ്പനിക്ക് സ്യൂ ചെയ്യപ്പെടാം. എവറിത്തിങ് വിൽ ബി ഗ്രാൻഡഡ് ഓൺലി ആഫ്റ്റർ ദിസ് ഇൻകോർപ്പറേഷൻ പ്രൊസീജിയർ. അപ്പോൾ എഫക്റ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ഓക്കെ. ഓക്കെ. അപ്പം നമ്മൾ എന്തോരം കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്?
ഫോർമേഷൻ വരെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചല്ലോ, അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഇത്രയും പഠിച്ചതിൽ ഓക്കെ ആണോ എല്ലാവരും? ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ നേരത്തെ സെക്ഷൻ 8 കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 8 കമ്പനി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 8 ഡിസ്കസ് ചെയ്യുന്ന കമ്പനിയാണ്. ആർഗ്യൂഡ് അബൌട്ട് കമ്പനീസ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ചാരിറ്റബിൾ പർപ്പസ്. ചാരിറ്റബിൾ പർപ്പസ് എന്ന ഒരു ഒബ്ജക്റ്റീവോടുകൂടി ക്രിയേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെയാണ് സെക്ഷൻ 8 നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിനെ നമ്മൾ സെക്ഷൻ 8 കമ്പനി തന്നെയാണ് വിളിക്കുന്നത്. ദീസ് കമ്പനീസ് പ്രൊമോട്ട് എന്ത് ആർട്ട്, സയൻസ്, കൊമേഴ്സ്, ചാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കമ്പനിയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഇവരുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ദ ഗോൾ ഓഫ് ദ കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലി ഫോർ ദ വെൽഫെയർ ഇൻ പ്രൊമോഷൻ ഓഫ് ആർട്സ്, കൊമേഴ്സ്, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ചാരിറ്റി, റിലീജിയസ് റിസർച്ച് അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടാണ് എന്ന് സെൻട്രൽ ഗവൺമെൻറ് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ, ആൻഡ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഓഫ് അതിൽ നിന്ന് എന്തെങ്കിലും അവർ നടത്തുന്ന ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ തന്നെ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ല അവരുടെ ആ ഒരു അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ്, അതായത് ആർട്സ്, കൊമേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ്, ചാരിറ്റി, റിലീജിയസ് അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. ദ പ്രോഫിറ്റ് ഡു നോട്ട് യൂസ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഇത്രയും സെൻട്രൽ ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അസോസിയേഷനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ കംപ്ലയൻസ് വിത്ത് ഓൾ കണ്ടീഷൻസ് ഇഫ് ദ ഗവൺമെന്റ് തിങ്സ് ഫിറ്റ് ഇഷ്യൂ ലൈസൻസ്. ഗവൺമെന്റ് ആണ് സെക്ഷൻ 8 കമ്പനിക്ക് എന്ത് ചെയ്യുന്നത്? ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ഓൺ സച്ച് കണ്ടീഷൻ ഇറ്റ് ഡീംസ് ഫിറ്റ് പെർമിറ്റ് ദ പേഴ്സൺ അല്ലെങ്കിൽ അസോസിയേഷൻ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ബൈ ആഡിങ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു വാക്ക് അവരുടെ പേരിന് കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സെക്ഷൻ 8 കമ്പനിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഡിസ്കസ് ചെയ്യേണ്ട എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇൻകോർപ്പറേഷൻ വരുമ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. സെൻട്രൽ കമ്പനീനെ ഫോം ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് അതിൻ്റെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇഫ് ഇറ്റ് തിങ്സ് ഫിറ്റ് ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പായാൽ. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ച സെയിം തിങ് ആണ്. എന്താ എഫക്റ്റ് പറയുമ്പോഴും നമ്മൾ ആ ഒരു കാര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റഡ് ലയബിലിറ്റി ആണുള്ളത്, പെർപ്പച്വൽ സക്സഷൻ ആണുള്ളത്, കോമൺ സീല് പ്രൊവൈഡഡ് ആണ്, അതുപോലെ കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ് ആൻഡ് സിമ്പിൾ ടു സർപ്ലസ് ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അഡ്വാൻറ്റേജസിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ. ഡിസഡ്വാൻറ്റേജസ്, ഒരു കമ്പനി ഫോം ഓഫ് ബിസിനസ്സിന് എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഫസ്റ്റ് വൺ, ഇത് കോസ്റ്റ്ലി ആണ്. ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ്, മെമ്പേഴ്സിന് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്, അതൊരു കാരണമാണ്. ദെൻ ഡ്യുവൽ ടാക്സേഷൻ. കമ്പനി ഫേസസ് ഡബിൾ ടാക്സേഷൻ സംടൈംസ്. ഫോർ ഇൻസ്റ്റൻസ് കമ്പനി ഹാസ് ടു പേ ടാക്സ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ഓൾസോ ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. ടാക്സ് ഓൺ പ്രോഫിറ്റ് കിട്ടുന്നതിൽ നിന്നും ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ പ്രോഫിറ്റിൽ നിന്നാണല്ലോ ഇവർ ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഡിവിഡൻഡിന് വിത്ത് ഡബിൾ ടാക്സേഷൻ്റെ ആ ഒരു എഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കോസ്റ്റ്ലി ആണ്. രണ്ട്, എന്താണ്, ഡബിൾ ടാക്സേഷൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഡ്യുവൽ ടാക്സേഷൻ്റെ ഒരു പ്രശ്നം വരും. ഡിപ്രിവേഷൻ ഓഫ് പേഴ്സണൽ ഓണർഷിപ്പ് എന്ന് വെച്ചാൽ whether the company was stock incorporation, a single person can't retain all the control of the entity. Company is governed by board of directors. അല്ലേ, കമ്പനി ഗവൺ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഒരു സിംഗിൾ പേഴ്സണ് അതോറിറ്റി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. Then the requirement of structure. For the corporation of company, you have to follow structure designed by legislature. നിയമപരമായിട്ട് ലോ പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ചില സമയത്ത് നമുക്കൊരു കൺസ്ട്രെയിൻ ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ദ പ്രോബ്ലം ഓഫ് വൈൻഡിങ് അപ്പ് ചെയ്യണം. പെർപ്പച്വൽ എക്സിസ്റ്റൻസ് ആണുള്ളത് അല്ലേ. പെർപ്പച്വൽ എക്സിസ്റ്റൻസ് എന്നൊരു ബെനിഫിറ്റ് കിട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ വൈൻഡിങ് അപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച്
എന്താണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് പേപ്പർ വർക്ക്, ദർ ഇസ് എ ലോട്ട് ഓഫ് പേപ്പർ വർക്ക് ഇൻ ഓൾ ടൈപ്സ് ഓഫ് കമ്പനീസ്. കണ്ടിന്യൂസ് പേപ്പർ വർക്ക്സ് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കേണ്ടതാണ്, ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടതല്ല. അത് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം എന്നുള്ളൊരു പോയിൻ്റാണ്. അതായത് കൺസെപ്റ്റ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നതും ആ ഒരു ടോപ്പിക്കിൻ്റെ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയാം. അതായത് കമ്പനി ഈ പറഞ്ഞ പോലെ മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചല്ലോ. കമ്പനിക്ക് അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഒരു ലീഗൽ എക്സിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷനെയാണ് നമ്മളൊരു കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഇവർക്ക് രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് വെയിൽ ഈസ് ദെയർ. അതെപ്പോഴാണ് ലിഫ്റ്റ് ചെയ്യുന്നത്? ചില സമയത്ത് ഈ കമ്പനിയുടെ ബിഹാഫിൽ കമ്പനീനെ മുൻനിർത്തിക്കൊണ്ട് ഇതിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫ്രോഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതിൽ അഫക്റ്റഡ് ആവുന്നത് ആരായിരിക്കും? നമ്മുടെ മെമ്പേഴ്സ് ആയിരിക്കും, നമ്മുടെ പബ്ലിക് ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവരെ സെപ്പറേറ്റ് ആയിട്ട് കാണാതെ ഇവരെ ഒന്നായിട്ട് കാണുന്ന സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് സിംപ്ലി ഒരു ലേമാൻ ലാംഗ്വേജിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ചില സമയത്ത് മെമ്പേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? മിസ്യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കോർപ്പറേറ്റ് വെയിൽ തിയറി കമ്പനി ഫോം ഓഫ് ബിസിനസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് 7 ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ഒന്ന് പറഞ്ഞത്, ഒന്ന് കോർപ്പറേറ്റ് വെയിൽ, ദെൻ കണ്ടിന്യൂസ് പേപ്പർ വർക്ക് ഉണ്ടാവും, വൈൻഡിങ് അപ്പിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഇതിന് ആവശ്യമാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ പേഴ്സണൽ ഓണർഷിപ്പ് ഒരാളിലേക്ക് മാത്രം പോകുന്നില്ല. ദെൻ ഡ്യുവൽ ടാക്സേഷൻ ആൻഡ് ഓൾസോ ഇറ്റ്സ് എ കോസ്റ്റ്ലി പ്രോസസ്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അഡ്വാൻറ്റേജസ് ഓഫ് കോഴ്സ് കാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും അഡ്വാൻറ്റേജസ് ചോദിച്ചാലും എഫക്ട് ഓഫ് രജിസ്ട്രേഷൻ ചോദിച്ചാലും നമ്മൾ സെയിം കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്താണെന്നും അതുപോലെ തന്നെ ലിഫ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ലിഫ്റ്റിംഗ് എന്താണെന്നുള്ളതും ലേമാൻ ലാംഗ്വേജിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് എങ്ങനെയാണ് നമുക്ക് തിയററ്റിക്കലി അത് എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളതും നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. വായിക്കുന്ന സമയത്ത് നിങ്ങളും അവിടെ നിങ്ങളുടെ കൂടെ ഇത് വായിച്ചെടുക്കുക, എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡിൽ അത് റീറ്റെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്താണെന്ന് നോക്കാം. അറ്റ് ദി ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനിയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ബിക്കംസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് മീൻസ് ദ ഐഡന്റിറ്റി ഓഫ് കമ്പനി ആൻഡ് ദ ഐഡന്റിറ്റി ഓഫ് മെമ്പേഴ്സ് ആർ സെപ്പറേറ്റ്. അതായത് കമ്പനി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴാണ്? അവിടെ ലിമിറ്റഡ് ലയബിലിറ്റി ആണുള്ളത്. മെമ്പേഴ്സിന് അവിടെ എന്താണ്? ഈ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് കാരണം ഒരു ലിമിറ്റഡ് ലയബിലിറ്റിയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കമ്പനീനെ സെപ്പറേറ്റ്ലി സ്യൂ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് കമ്പനിക്ക് പെർപച്വൽ സക്സഷൻ ഉള്ളത്. ഇത്രയും ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ പറഞ്ഞ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞ ഒരു തിയറി എന്താവാറുണ്ട്? മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു കേസ് ലോ ആണ് സൽമൺ വേഴ്സസ് സൽമൺ ആൻഡ് കമ്പനി ലിമിറ്റഡ് കേസ് 1897 എന്നുള്ളത്. ഓക്കെ, ഈ ഒരു കേസിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം. ഓക്കെ ആണോ? കോർപ്പറേറ്റ് വെയിൽ തിയറി എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് 2 സിറ്റുവേഷൻസിലാണ് കോർപ്പറേറ്റ് വെയിൽ തിയറി എന്ത് ചെയ്യുന്നത്? ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആൻഡ് ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസ്. ഓക്കെ, so under section 5 of Companies Act 2013 state the features that different individual engaged in ill action അല്ലെങ്കിൽ conduct of doing wrong activity to detain to be false in the practice to be held at the risk in connection with offense an official who is in default. As an official who is in default. Section 45 will പറയുന്നത് state the depletion of membership under statutory limit. This provision state that if the member in case of a public company
was under 7, and in case of a private company under 2, the company kept going in their operation of over the half year, also that individual knows the thing for the obligation ഓഫ് കമ്പനി കോൺട്രാക്ട് ഡ്യൂറിങ് ദാറ്റ് ടൈം. അതായത് നമ്മൾ കമ്പനി ഫോം ചെയ്ത സമയത്ത് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 2 ആണ്. ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 7 ആണ്. ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതെങ്കിലും ഒരു സമയത്ത് താഴ്ന്നു പോവുകയാണെങ്കിൽ ബിലോ 7 കമ്പനി റൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബിലോ 2 കമ്പനി റൺ ചെയ്യുകയാണ്, അപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സിന് ഇതറിയാം എന്നുള്ള ഒരു കേസ് വരുമ്പോൾ അവരുടെ ലയബിലിറ്റി എന്താവും? അൺലിമിറ്റഡ് ആയിട്ട് മാറും എന്നുള്ളത് ഒരു തിയറിയാണ്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ കോർട്ട് കമ്പൽ ദ കോർട്ട് ടു ഐഡന്റിഫൈ ദ കോർപ്പറേഷൻ വിത്ത് ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് കമ്പനീനെ മെമ്പേഴ്സിനെ ഒന്നായിട്ട് കാണാനുള്ള ചില സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ഇവർ ഇൻകം ടാക്സ് വെട്ടിക്കാനായിട്ടും അതുപോലൊക്കെ തന്നെ ഇവർ എന്ത് ചെയ്യാറുണ്ട്? കോർപ്പറേറ്റ് ഇവർ കമ്പനീനെ മുന്നിൽ നിർത്തി ഓരോ കാര്യങ്ങൾ മെമ്പേഴ്സ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഒരു ഇൻകം അല്ലേ ടാക്സേഷൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ടാക്സ് ഇവേഷനൊക്കെ പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കോർപ്പറേറ്റ് വെയിൽ തിയറി ലെഫ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അതായത് കോർപ്പറേറ്റ് വെയിൽ തിയറി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ്. ഈ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസിനെ കൺസിഡർ ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ തിയറി എന്നുള്ളത്. സിംപിൾ മനസ്സിലായല്ലോ? then ഈ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് അല്ലെങ്കിൽ പ്രിലിമിനറി കോൺട്രാക്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് കമ്പനി ബിസിനസ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിലേക്ക് അതിന് കോൺട്രാക്ട്സിൽ ഏർപ്പെടേണ്ടി വരും, ചില എക്സ്പെൻസുകൾ അതിന് ബിയർ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ആരാണ് നോക്കുന്നത്? പ്രൊമോട്ടേഴ്സ് ആണ് നോക്കുന്നത്, അല്ലേ? ഒരു കമ്പനിയുടെ ഐഡിയ കൊണ്ടുവന്ന് അത് കമ്പനീനെ ഒരു കമ്പനി ഫോം ആക്കി എത്തിക്കുന്നത് വരെ ആരാണ് ചെയ്യുന്നത്? കമ്പനിയുടെ ഒരു പ്രൊമോട്ടറാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കമ്പനി ബിസിനസ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന് കുറച്ച് കോൺട്രാക്ട്സിൽ ഏർപ്പെടേണ്ടി വരും, എക്സ്പെൻസ് ഇൻകർ ചെയ്യേണ്ടി വരും. ദീസ് കോൺട്രാക്ട്സ് ആർ കമൻസ്ഡ് ബൈ ആര്? പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. ബൈ അക്വയറിംഗ് സം പ്രോപ്പർട്ടി ഓൺ ബിഹാഫ് ഓഫ് കമ്പനി ആൻഡ് ദാറ്റ് വാസ് റെഡി ടു കമൻസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് അല്ലെങ്കിൽ പ്രിലിമിനറി കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ പ്രിലിമിനറി കോൺട്രാക്ട്സ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. കമ്പനി ബിസിനസ് ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ചില കോൺട്രാക്ട്സിൽ ഏർപ്പെടുകയും എക്സ്പെൻസസ് ഇൻകർ ആവേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാവും. അത് ഈ കോൺട്രാക്ട്സ് കമൻസ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു അക്വയർ സം പ്രോപ്പർട്ടി ഓൺ ബിഹാഫ് ഓഫ് കമ്പനിയുടെ ബിഹാഫിൽ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് ദാറ്റ് വാസ് റെഡി ടു കമൻസ്. അങ്ങനെയുള്ള കോൺട്രാക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് അല്ലെങ്കിൽ പ്രിലിമിനറി കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രിലിമിനറി കോൺട്രാക്ട്സ് ആരാണ് കമൻസ് ചെയ്യുന്നത്? പ്രൊമോട്ടേഴ്സ്. ദെൻ ഹൂ ഈസ് എ പ്രൊമോട്ടർ? നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ലേമാൻ ലാംഗ്വേജിൽ പറഞ്ഞു, കമ്പനിയുടെ ആ ഒരു ഐഡിയ തൊട്ട് കമ്പനി ആയി വരുന്ന ആ ഒരു സിറ്റുവേഷൻ വരെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? ഈ പ്രൊമോട്ടറാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിയറട്ടിക്കലി നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആസ് ദ നെയിം ഷോസ്, പ്രൊമോട്ടർ ഹൂ പ്രൊമോട്ട് ദ ബിസിനസ് the company into investors for the growth of the company. This term was defined under section 2 subsection 69 ലാണ് കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 2 subsection 69 ലാണ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. വിച്ച് സ്റ്റേറ്റ്സ് പ്രൊമോട്ടർ എന്ന് പറയുന്നത് എ പേഴ്സൺ whose name is mentioned in the prospectus of the company as a promoter. പ്രൊമോട്ടർ ആയിട്ട് കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ പേര് കൊടുത്തിട്ടുള്ള ഒരാളാണ് പ്രൊമോട്ടർ. ആൾ എന്താണ് ചെയ്യുന്നത്? കമ്പനീനെ ആ ഒരു പേരിലുള്ളതുപോലെ തന്നെ കമ്പനീനെ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിലേക്ക് പ്രൊമോട്ട് ചെയ്ത് എത്തിക്കുകയാണ് ആളുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രൊമോട്ടേഴ്സ് ഇസ് ഓൾസോ നോൺ ആസ് പേരന്റ് ഓഫ് ദ കമ്പനി. Parent of the company, because promoter can give faith to the investor but also come up with the raw material, labor അതുപോലെ തന്നെ machinery for the company. അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു
സ്മൂത്ത് റണ്ണിങ് പ്രോസസ്സിൽ എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? ജസ്റ്റ് ലൈക്ക് ഒരു പേരൻ്റ് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് അത് സ്വയമായിട്ടൊരു കാര്യം ചെയ്ത് ജീവിക്കാറാകുന്നത് വരെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പാരൻസ് അല്ലേ? അതുപോലെ ഒരു കമ്പനീനെ അതിൻ്റെ ആ ഒരു സ്മൂത്ത് റണ്ണിങ് പ്രോസസ്സിൽ വരെ എത്തിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ പ്രൊമോട്ടറാണ്. അതുകൊണ്ട് തന്നെ പ്രൊമോട്ടറിനെ വി ക്യാൻ സേ ദ പേരൻ്റ് ഓഫ് എ കമ്പനി. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ പ്രൊമോട്ടർ അല്ലെങ്കിൽ എന്താണ് ഈ പ്രൊമോട്ടറിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് പ്രൊമോട്ടർ? ഒബ്സർവ് ദി ഡിമാൻഡ് ഓഫ് ദ ബിസിനസ്. അതായത് ഒരു ഐഡിയ തൊട്ട് പ്രൊമോട്ടറാണ് കൊണ്ടുവരുന്നത്. അപ്പം ഒരു ബിസിനസ് അതിൻ്റെ ഒരു ഡിമാൻഡിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. ബിഫോർ പ്രൊമോട്ടിംഗ് ദ ബിസിനസ് ഇൻ മാർക്കറ്റ്, പ്രൊമോട്ടർ ഐഡൻറ്റിഫൈ ദി ഡിമാൻഡ് ഓഫ് ദ മാർക്കറ്റ് ആസ് ദേ വാണ്ട് എനി ന്യൂ പ്രോഡക്റ്റ്, എനി ന്യൂ സർവീസ്. അതായത് കമ്പനിയുടെ ഒരു ഐഡിയ ഒരു കമ്പനി ഏത് രീതിയിലുള്ള ഒരു കമ്പനി ആയിരിക്കണം, ഏത് സ്ട്രീമിലുള്ള ഒരു കമ്പനി ആയിരിക്കണം, അതിൻ്റെ ആ ഒരു ഐഡിയ എന്നിട്ട് മാർക്കറ്റിലേക്ക് നോക്കുക, മാർക്കറ്റിൽ എന്താണ് റിക്വയർഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നത് ആരാണ്? പ്രൊമോട്ടറാണ്. ഒബ്സർവ് ദ ഡിമാൻഡ് ഓഫ് ദ ബിസിനസ് ആരാണ് ചെയ്യുന്നത്? നമ്മുടെ പ്രൊമോട്ടറാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെയിം ഓഫ് കോർപ്പറേഷൻ. നെയിം ഓഫ് കോർപ്പറേഷൻ, അതായത് പ്രൊമോട്ടർ ഓൾസോ ടേക്ക് പാർട്ട് in the formation of the name of the company. And അതുപോലെ തന്നെ കംപ്ലീറ്റ് ദി സിഗ്നേച്ചേഴ്സ് ടു MOA. MOAയിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാ സിഗ്നേച്ചർ വേണം, എന്നിട്ട് അത് രജിസ്റ്ററിനായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്രൊമോട്ടറാണ്. ഓക്കെ, ദെൻ ഹയറിംഗ് പ്രൊഫഷണൽസിനെ അവിടെ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ റിക്വയർ ചെയ്യുന്നത് ഹയർ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്രൊമോട്ടറാണ്. അതുപോലെ തന്നെ കോമ്പോസിങ് എസെൻഷ്യൽ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കമ്പോസ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ പ്രൊമോട്ടർ ആയിരിക്കും. അതായത് ലിറ്ററലി എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ ആ ഒരു ആക്റ്റീവ് ഫോർമാറ്റിലേക്ക് എത്തുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരായിരിക്കും? പ്രൊമോട്ടർ എന്ന് പറയുന്ന ആ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ദെൻ ഈ പറഞ്ഞ പ്രൊമോട്ടേഴ്സിൻ്റെ ഡ്യൂട്ടി, ചില ഡ്യൂട്ടികളുണ്ട്. ഡ്യൂട്ടി ടു ഷോ ഹിഡൻ പ്രോഫിറ്റ്സ്. എന്തെങ്കിലും പ്രോഫിറ്റ്സ് പ്രൈം ഡ്യൂട്ടിയിൽ നിന്ന് ക്രിയേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന് കാണിക്കണം എന്നുള്ളത്. അതായത് ഹിഡൻ പ്രോഫിറ്റ്സ് ഒന്നും എടുക്കാനായിട്ട് പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഡ്യൂട്ടി ടു അപ്ഡേറ്റ് ദ കമ്പനി അബൌട്ട് ഇറ്റ്സ് ട്രാൻസാക്ഷൻ. അതിൻ്റെ ട്രാൻസാക്ഷൻസിനെ പറ്റി അപ്ഡേഷൻ കൊടുക്കുക. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് വിത്ത് അപ്കമ്മിങ് ഷെയർ ഹോൾഡേഴ്സ്. അപ്കമ്മിങ് ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൽ കീപ്പ് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്. അതുപോലെ തന്നെ ഡ്യൂട്ടി ടു ഷോ സർപ്ലസ് അറ്റ് ദ ടൈം ഓഫ് പ്രൊമോഷൻ്റെ സമയത്ത് ഈ കമ്പനിക്ക് എന്തെങ്കിലും സർപ്ലസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷോപ്പ് ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? പ്രൊമോട്ടറിൻ്റെ ഉത്തരവാദിത്തമാണ്. ടു ഗീവ് വാട്ട് എവർ ഏൺഡ് ആസ് എ ട്രസ്റ്റി എന്തൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട് അതെല്ലാം കമ്പനിക്ക് കൊടുക്കണം എന്നുള്ളത് ഈ പറഞ്ഞ പ്രൊമോട്ടറിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അതുപോലെ കുറച്ച് ലയബിലിറ്റി ഉണ്ട്. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ലയബിലിറ്റി ഓഫ് എനി മിസ്സ്റ്റേറ്റ്മെന്റ് അണ്ടർ ദ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈമറി ബാധ്യത വരുന്നത് ആർക്കാണ്? നമ്മുടെ പാരന്റിനാണ്. നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നമുക്ക് എല്ലാവരും ചോദിക്കുന്നത് പാരന്റ്സിൻ്റെ അടുത്തല്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ് കമ്പനിയിൽ എന്തെങ്കിലും ഒരു മിസ്സ്റ്റേറ്റ്മെന്റ്, കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന ആരുടെ അടുത്താണ്? പ്രൊമോട്ടറിന്റെ അടുത്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ പേഴ്സണൽ ലയബിലിറ്റി ടുവേർഡ്സ് കോൺട്രാക്ട്. നമ്മൾ പറഞ്ഞു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സിൽ ഏർപ്പെടുന്നത് ആരാണ്? പ്രൊമോട്ടറാണ്. അപ്പോൾ പ്രൊമോട്ടറിന് അതിന് നേരെയുള്ള ലയബിലിറ്റി, പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടാവും. ആ ഒരു പ്രീലിമിനറി കോൺട്രാക്ട് അല്ലെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൽ ആർക്കാണ് ലയബിലിറ്റി വരുന്നത്? പ്രൊമോട്ടേഴ്സിനാണ് ലയബിലിറ്റി വരുന്നത്. ലയബിലിറ്റി ടു ജസ്റ്റിഫൈ ദ ട്രാൻസാക്ഷൻ ഓഫ് ദ കമ്പനി. അതുപോലെ തന്നെ ലയബിലിറ്റി അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ. യെസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രൊമോട്ടറിന്റെ ലയബിലിറ്റി ആയിട്ട് വരുന്നത്. ദെൻ MOA, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ MOA അല്ലെങ്കിൽ AOA എന്നുള്ളതായിരുന്നു. സോ MOA എന്നാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. MOA അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതായത് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് പേര് ഒരുമിച്ച് വന്നിട്ട് ഒരു സെയിം ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ടു ഇൻകോർപ്പറേറ്റ് എ കമ്പനി ദർ ഷുഡ് ബി മച്ച് ആപ്ലിക്കേഷൻ വിച്ച് ഷുഡ് ബി സബ്മിറ്റഡ് അണ്ടർ ദ രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി. വൺ ഓഫ് ദ പ്രൈം ഡോക്യുമെന്റ് ദാറ്റ് ആർ റിക്വയർഡ് ടു ഇൻകോർപ്പറേറ്റ് ദ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫണ്ടമെന്റൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എങ്ങനെ ഇരിക്കണം? മെയിനായിട്ട് അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. സെക്ഷൻ
ഡിഫൈൻ ചെയ്യുന്നത് 2 സബ്സെക്ഷൻ 56 ഡിഫൈൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ടേം ഈ ഒരു MOA എന്ന് പറഞ്ഞൊരു ടേം എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇൻ ദിസ് സെക്ഷൻ മെമ്മോറാണ്ടം റെഫേഴ്സ് ടു 2 തിങ്സ്. അതായത് MOA as an originally framed means MOA at the time of incorporation അല്ലെങ്കിൽ when they change their form from time to time. ഈ രണ്ട് കാര്യങ്ങൾ ഒന്നെങ്കിൽ ഒറിജിനലി ഫോംഡ് ആയിട്ടുള്ള ഇൻകോർപ്പറേഷൻ്റെ സമയത്തുള്ള MOA അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് ഫോമിനെയാണ് MOA എന്ന് പറയുന്നത്. ദിസ് മീൻസ് സം ചേഞ്ചസ് ഒക്കർ ഇൻ MOA വെൻ കമ്പനി വാസ് റണ്ണിങ്. കമ്പനി റൺ ചെയ്യുന്ന സമയത്ത് MOAയിൽ നമുക്ക് എന്ത് വരുത്താം, ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടുന്ന് മനസ്സിലാക്കേണ്ടത്. സോ MOA ഡിഫൈൻ MOA എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഉത്തരമാണ്. ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒറിജിനലി ഫോമുലേറ്റഡ്, അതായത് ഒറിജിനലി ഫോമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് ഇൻകോർപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് MOA അല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടൈം ടു ടൈം ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ചിനെ നമുക്ക് MOA എന്ന് പറയാം. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയുണ്ട്, കമ്പനിയുടെ എല്ലാ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും അതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് കണ്ടെയ്ൻസ് ഓൾ ഇൻഫർമേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, ഒരു കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഒരാൾ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ, ആൻഡ് ഓൾസോ ഇതെന്താണ് MOA ആൻഡ് AOA എന്നുള്ളത് പബ്ലിക് ഡോക്യുമെന്റ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു കമ്പനിയുടെ MOA അല്ലെങ്കിൽ AOA എന്ന് പറയുന്നത് പബ്ലിക് ഡോക്യുമെന്റ്സ് ആണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് എനി പേഴ്സൺ വാണ്ട് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് ദ കമ്പനി ദെൻ ദേ പേ സം പ്രിസ്ക്രൈബ്ഡ് ഫീസ് ടു ദ രജിസ്ട്രാർ ഫോർ ദ ആക്സസ് ഓഫ് MOA ആൻഡ് ആഫ്റ്റർ ഹാവിങ് ആക്സസ് ടു MOA ദേ ക്യാൻ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ കമ്പനി. ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കമ്പനിയിലെ കാര്യങ്ങളിലേക്ക് കമ്പനിയായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു MOAയുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ടു ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഫണ്ടമെന്റൽ കാണിക്കുന്നതാണ് ഈ പറഞ്ഞ മെമ്മോറാണ്ടം എന്നുള്ളത്. ഓക്കെ, MOAയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് MOAയിൽ ഉള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഇസ് എ നെയിം ക്ലോസ്. അതായത് കമ്പനിയുടെ പേരിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. പെർമിറ്റഡ് അല്ലാത്ത പേരുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ഇതായിരിക്കണം. ദ നെയിം, മറ്റൊരു കമ്പനിയുടെ സെയിം നെയിം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ടു നിയർലി അപ്പിയർ ദ നെയിം ഫോർ എനി അതർ എക്സിസ്റ്റൻസ്. ഈ താഴെ പറയുന്ന പേരുകളൊന്നും നമുക്ക് അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് മീൻസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ദെൻ രജിസ്ട്രേഷൻ ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. അതായത് ഓരോ കമ്പനിക്കും അതിനൊരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടാവും. അത് ബിഫോർ ദ ഇൻകോർപ്പറേഷൻ കമ്പനി ഹാസ് ടു ഓൺലി മെൻഷൻ ദ സ്റ്റേറ്റ് വെയർ ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ്. പക്ഷേ ഇൻകോർപ്പറേഷന് ശേഷം the subscribers have to define the exact location in the state where the company was formulated. Okay, so അത് എവിടെയാണ്? MOAയിലെ രജിസ്റ്റേർഡ് ക്ലോസിലാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് എത്ര ദിവസത്തിനുള്ളിലാണ്? വിത്തിൻ 30 days ഓഫ് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ കമ്പനി ഹാസ് ടു മെൻഷൻ ദ എക്സാക്ട് ലൊക്കേഷൻ ഇൻ ദ സ്റ്റേറ്റ് വെയർ കമ്പനി ഈസ് ഫോർമുലേറ്റഡ്. അത് എവിടെ കൊടുക്കണം? രജിസ്റ്റേർഡ് ക്ലോസിൽ കൊടുക്കണം. ദെൻ ഒബ്ജക്റ്റ് ക്ലോസ്, അതായത് കമ്പനി എന്തിന് ഈ കമ്പനി എന്നുള്ളൊരു കാര്യം നമ്മൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ഒബ്ജക്റ്റ് ക്ലോസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഒബ്ജക്റ്റീവ് ദാറ്റ് വൈ കമ്പനി ഈസ് ഫോംഡ് എന്നുള്ളത്. ഓക്കെ, പ്രൈമറി ഒബ്ജക്റ്റീവ്സും ഇൻസിഡന്റൽ ഒബ്ജക്റ്റീവ്സും എല്ലാം നമ്മൾ എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം? MOAയിലെ ഒബ്ജക്റ്റ് ക്ലോസിൽ. MOAയിൽ ഇപ്പം നമ്മൾ 3 ക്ലോസിൻ്റെ പേരാണ് പറഞ്ഞത്. നെയിം ക്ലോസ്, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ക്ലോസ്. ഇത്രയും കാര്യങ്ങൾ. ദെൻ ലയബിലിറ്റി ക്ലോസിൽ എന്താണ് പറയുന്നത് നോക്കിയേ. ദിസ് ക്ലോസ് പ്രൊവൈഡ്സ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു ഷെയർ ഹോൾഡേഴ്സ് ഫ്രം എനി ലോസ് അല്ലെങ്കിൽ ബിക്കം പേഴ്സണലി ലയബിൾ
2 types of protection ആണ്. ലിമിറ്റഡ് ബൈ ഷെയർസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അതിനെപ്പറ്റി ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ലയബിലിറ്റി ക്ലോസിൽ ലീഗൽ പ്രൊട്ടക്ഷൻ, ഷെയർ ഹോൾഡേഴ്സിനുള്ള ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ആണ് ലയബിലിറ്റി ക്ലോസിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അവിടെ 2 ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ അടുത്ത ക്ലോസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ക്ലോസ്. ഇപ്പോൾ എത്ര ക്ലോസ് പഠിച്ചു? നെയിം ക്ലോസ്, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ദെൻ ഒബ്ജക്ട് ക്ലോസ് ആൻഡ് ലയബിലിറ്റി ക്ലോസ്. ഇനി അടുത്ത ക്ലോസ് എന്ന് പറയുന്നത് ഏതാണ്? ക്യാപിറ്റൽ ക്ലോസ്. അതായത് ഷെയർ ക്യാപിറ്റൽ വിച്ച് വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ മെമ്പേഴ്സ് ആൻഡ് ഹൗ ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു ഷെയർസ്. ഓരോ മെമ്പേഴ്സും എത്രത്തോളം ഷെയർസ് ആണ് കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ആൻഡ് ആ ഷെയർസിനെ നമ്മൾ എങ്ങനെയാണ്, ആ ഒരു ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ എങ്ങനെയാണ് ഷെയർസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ടോക്സ് ദാറ്റ് ഹു ഈസ് സൈനിങ് ദ മെമ്മോറാണ്ടം ഇൻ ഫ്രണ്ട് ഓഫ് 2 witnesses. Every subscriber has to subscribe to at least 1 share. എല്ലാ സബ്സ്ക്രൈബേഴ്സും അറ്റ്ലീസ്റ്റ് 1 ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. ഇറ്റ് ഷുഡ് ഓൾസോ മെൻഷൻ ഇൻ ദാറ്റ് ക്ലോസ് ദാറ്റ് എവറി നമ്പർ ഓഫ് ഷെയർ ഫോർ they are subscribing for. ഓക്കെ, ദെൻ അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോസ്, അസോസിയേഷൻ ക്ലോസ്. അണ്ടർ ദിസ് ക്ലോസ് മെമ്പർ ഓഫ് കമ്പനി മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് they want to form an association and they want to associate themselves എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ക്ലോസ് ആണ് അസോസിയേഷൻ ക്ലോസ്. ഓക്കെ, അതായിരുന്നു MOAയുടെ കാര്യങ്ങൾ. എത്ര ക്ലോസ് ഉണ്ടായിരുന്നു? അസോസിയേഷൻ ക്ലോസ്, സബ്സ്ക്രിപ്ഷൻ ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആൻഡ് നമ്മുടെ നെയിം ക്ലോസ്. ഇത്രയുമായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോസ്. ആൻഡ് ദെൻ നമുക്ക് പോവാം നമ്മളുടെ AOA എന്താണ് എന്നുള്ളത് നോക്കാം. MOA എന്താണെന്നുള്ളത് നോക്കി AOA എന്താണെന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ നമുക്ക് വേറൊരു പേരും കൂടെ ഇട്ട് വിളിക്കാം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്പനി എന്നൊരു പേര് കൂടെ നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ വിളിക്കാവുന്നതാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡോക്യുമെന്റ് വിച്ച് കണ്ടെയ്ൻസ് എ പർപ്പസ് ഓഫ് ദ കമ്പനി ആൻഡ് ഡിഫൈൻസ് എ റൂൾ ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. എന്തിനാണ് കമ്പനി എന്തിനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതിന്റെ പർപ്പസ്, അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പറേഷൻസിന്റെ റൂൾസിനെ പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് പറയുന്നത്. ഓക്കെ, it states that how activity of company should be accomplished within the organization എന്നുള്ള കാര്യമാണ് മെയിൻലി AOAയിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. It is very important to form AOA and with very attention because the contents of article association contain and all necessary points to regulate the company and for making profit in the future. Also keep the shareholders satisfied. It is also necessary to make the provision of AOA prescribed by Act. In the contents are first one, directors. The document defines directions of directors. ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, അവരുടെ ക്വാളിഫിക്കേഷൻ, റീപേയ്മെൻറ്റ്, അപ്പോയിൻമെൻറ്റ്, പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കാര്യങ്ങളെല്ലാം എവിടെയാണ്? നമ്മുടെ AOAയിലാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജനറൽ മീറ്റിംഗ്സ്, ഈ ഒരു ഡോക്യുമെൻ്റ് ഡിഫൈൻ ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് എവറി ജനറൽ മീറ്റിംഗ് ടു ബി ഓർഗനൈസ്ഡ്. കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നടക്കാൻ പോകുന്ന ഒരു ജനറൽ മീറ്റിംഗ്സിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മുടെ AOAയിലുള്ള ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റിലായിരിക്കും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ, ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ അപ്പോയിൻമെൻറ്റ് പവേഴ്സ്, കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. ദെൻ ജനറൽ മീറ്റിംഗിൻ്റെ സ്ട്രക്ചർ, ദെൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. The document also argued the structure related to accounting and auditing of the company. Then shareholders. AOA contain all the provision relating to the shareholder including rights of the shareholder. The main ആയിട്ട് നമ്മുടെ ഇതിനകത്തുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഡോക്യുമെൻറ്റും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. Then lien of shares, transfer and transmission of shares, അതുപോലെ തന്നെ surrender and forfeiture of shares. Surrender and forfeiture എന്ന് പറയുന്നത് പ്രൊസീജിയർ ഓഫ് വോളണ്ടറി സറണ്ടർ. ഇപ്പോൾ ഇവർ ചിലർ സബ്സ്ക്രൈബ് ചെയ്തു, നമ്മുടെ ഷെയർസിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തു, ഇപ്പോൾ അവർക്കത് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ അവരത് എന്ത് ചെയ്യുന്നുണ്ട്,
വോളണ്ടറി ആയിട്ട് സറണ്ടർ ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, കമ്പനി അവരുടെ കോൾ മണി ഒന്നും പേ ചെയ്യാത്ത കാരണം ഫോർഫീറ്റ് ചെയ്യുന്നു. ഈ ഒരു സംഭവങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക്, ഓൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ, വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് ഡിവിഡൻഡ് ആൻഡ് റിസർവ് ഡിസൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇൻ റിലേഷൻ ടു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെയും ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഡിഫറൻസ് നിങ്ങൾ ഓരോ പോയിന്റ്സ്, ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഡിഫൈൻഡ് സെക്ഷൻ നമ്പറൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്നുള്ളത്, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത്, റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ വലിയ ടേബിളാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. ആൻഡ് ഈ ഒരു MOA ആൻഡ് AOA ഇതിന് രജിസ്റ്റേർഡ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ലീഗൽ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മെമ്പേഴ്സിനെയും കമ്പനിയായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബൈൻഡ് ദ കമ്പനി ടു ഇറ്റ്സ് മെമ്പേഴ്സ്, കമ്പനിക്ക് മെമ്പേഴ്സിനോടും മെമ്പേഴ്സിന് കമ്പനിയോടും ഒരു ബൈൻഡിങ് ത്രൂ ദിസ് രജിസ്ട്രേഷൻ ഓഫ് MOA ആൻഡ് AOA ലീഗൽ എഫക്റ്റ് ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ ബൈൻഡ് ദ മെമ്പേഴ്സ് ടു അനദർ മെമ്പർ, ഒരു മെമ്പറിന് മറ്റൊരു മെമ്പറോടുള്ള ഒരു ബൈൻഡിങ് വരുന്നു. ദേ ഡോണ്ട് ബൈൻഡ് കമ്പനി ആൻഡ് മെമ്പേഴ്സ് ടു ദ ഔട്ട്സൈഡേഴ്സ്. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളുണ്ട്, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. അതായത് അതുപോലെ തന്നെ അതിൻ്റെ എക്സെപ്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ MOA ആൻഡ് AOA എന്ന് പറയുന്നത് എന്താണ്, പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണ്. MOA ആൻഡ് AOA എന്നുള്ളത് പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു പുറത്തൊരു ഔട്ട്സൈഡർ കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ദേ ഹാവ് ടു ഡു വാട്ട്, MOA ആൻഡ് AOAക്ക് ആക്സസ് എടുത്ത് അതിനകത്തുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം കമ്പനിയായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാതെ കമ്പനിയായിട്ട് ഏർപ്പെട്ടിട്ട് എന്തെങ്കിലും വോയിഡബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു കോൺട്രാക്റ്റിന് ഇനാക്ടിവിറ്റി സംഭവിച്ചാൽ കമ്പനി അതിൽ ലയബിൾ ആവില്ല എന്നൊരു റൂൾ ഉണ്ട്. അതാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കാം. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, അതായത് വൺസ് രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ MOA ആൻഡ് AOA പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഒരു ഔട്ട്സൈഡർ കമ്പനിയായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ്, നമ്മൾ അത് അസ്യൂം ചെയ്യുകയാണ് അവർ MOA ആൻഡ് AOA വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് അവന് വരുത്തി കഴിഞ്ഞാൽ അതിന് ലയബിലിറ്റി ആരിൽ വരില്ല, കമ്പനിയിൽ വരില്ല എന്ന് പറയുന്നത്. അതായത് കമ്പനീനെ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഡോക്ട്രിനാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഇതിൽ പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, കമ്പനിയുടെ കുറച്ച് ഇന്റേണൽ പ്രൊസീഡിങ്സ് ഉണ്ടാവും. ഈ AOAയിലും അല്ലെങ്കിൽ MOAയിലും ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് ഇന്റേണൽ പ്രൊസീഡിങ്സ് ഉണ്ടാവും. ഇത് ഒരു ഔട്ട്സൈഡർ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് ലോഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഇൻഡോർ മാനേജ്മെന്റിൽ പറയുന്നത്. പക്ഷേ എന്ന് കരുതി ചില സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ടു ഔട്ട്സൈഡേഴ്സ് അവൈലബിൾ അല്ല. അതാണ് ഈ എക്സെപ്ഷൻസിൽ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഈ ഒരു ടർക്കോൺ റൂള് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. The doctrine of indoor management was an exception to the doctrine of constructive notice. Doctrine of constructive notice എന്ന് പറഞ്ഞാൽ seeks to protect the rights of company from outsiders. Whether the doctrine of indoor management sought to protect the rights of an outsiders. ഔട്ട്സൈഡേഴ്സിൻ്റെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇൻഡോർ മാനേജ്മെന്റ് എങ്കിൽ കമ്പനീൻ്റെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഈ പറഞ്ഞതുപോലെ ഇൻഡോർ മാനേജ്മെന്റ് ഔട്ട്സൈഡേഴ്സിന്റെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡേഴ്സ് അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്ത് കൊടുത്തിട്ടുണ്ട്, എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കമ്പനിയുടെ ഇന്റേണൽ പ്രൊസീഡിങ്സ് ഒരു ഔട്ട്സൈഡർ അറിഞ്ഞിരിക്കാൻ വഴിയില്ല എന്നാണ് അവർ പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിൽ. പക്ഷേ നമ്മളുടെ നോളജ് ഓഫ് ഇറഗുലാരിറ്റി, അവിടെ എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി ഉണ്ട് ഇന്ന് ഒരു തേർഡ് പാർട്ടിക്ക് നേരത്തെ അറിയാമായിരുന്നു, എന്നിട്ടും ആള് കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിന് സപ്പോർട്ട് എന്ത് ചെയ്യില്ല, ലഭിക്കില്ല എന്നുള്ളതാണ്. ദെൻ ഫ്രോജറി, അതായത് പക്ക കളത്തരങ്ങൾ. കമ്പനി ഹാസ് ബിക്കം ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ഫ്രോജറി. ദെൻ നെഗ്ലിജൻസ്, അതായത് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു ഇറഗുലാരിറ്റീനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു, ഒരു ഔട്ട്സൈഡറിന് ഒരു ഇറഗുലാരിറ്റീനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എങ്കിൽ അവിടെയും ഈ പറഞ്ഞ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് അതുപോലെ തന്നെ ആക്ഷൻ വിച്ച് ഇസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് അതോറിറ്റി. ഇത്രയും കാര്യങ്ങളാണ് എക്സെപ്ഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്
മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഈ ഒരു ഡിഫറൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് പബ്ലിക് ഇഷ്യൂ എന്താണ്, പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണെന്നുള്ളത്. പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ടു ഇഷ്യൂ സെക്യൂരിറ്റീസ്. എവിടെ നിന്ന്? പബ്ലിക്കിൽ നിന്ന് സെക്യൂരിറ്റീസ് കളക്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിനെയാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ കമ്പനി സെൽസ് ഇറ്റ്സ് ഷെയർസ് ടു സം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഫ്യൂ ഇൻവെസ്റ്റേഴ്സ്, കുറച്ച് ഇൻവെസ്റ്റേഴ്സ്. പബ്ലിക് അറ്റ് ലാർജിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അല്ലാതെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആയിട്ട് കുറച്ച് ഇൻവെസ്റ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഷെയർസ് വിൽക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത് ഇഷ്യൂ സെക്യൂരിറ്റീസ് വെരി ലാർജ് സ്കെയിൽ ആയിരിക്കും. പക്ഷേ മെയിൻലി പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഒരു സ്മോൾ സ്കെയിൽ റേസിംഗ് ഫണ്ടാണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് എവിടെ? പബ്ലിക് ഇഷ്യൂവിൽ. പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, ദ ഇൻവോൾവ്മെന്റ് ഓഫ് മീഡിയേറ്റേഴ്സ് ഒക്വർ എവിടെ? പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ പബ്ലിക്കായിട്ട് ഒരു ലാർജ് സ്കെയിലായിട്ട് നമ്മൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ മീഡിയേറ്റേഴ്സ് ഒക്വർ ചെയ്യും. പക്ഷെ പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ അവിടെ മീഡിയേറ്റേഴ്സിന്റെ ഒക്കറൻസ് ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്, പ്രോസ്പെക്ടസ് എന്താണ് എന്നുള്ളത്. പ്രോസ്പെക്ടസ് എന്താണ് എന്നുള്ളത് വിച്ച് മീൻസ് എനി ഡോക്യുമെന്റ് ഇഷ്യൂഡ് ആസ് എ പ്രോസ്പെക്ടസ് കണ്ടെയ്ൻ എനി നോട്ടീസ് അല്ലെങ്കിൽ സർക്കുലർ അല്ലെങ്കിൽ എന്ത് അഡ്വർടൈസ്മെന്റ് ആൻഡ് എനി അതർ ഡോക്യുമെന്റ്. എന്ത് ഈ ഡോക്യുമെന്റ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻവൈറ്റിംഗ് പബ്ലിക് ടു റേസ് ഫണ്ട് അല്ലെങ്കിൽ ഇൻവൈറ്റിംഗ് പബ്ലിക് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിബെഞ്ചർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ആയിക്കോട്ടെ, നോട്ടീസ് ആയിക്കോട്ടെ, സർക്കുലർ ആയിക്കോട്ടെ, അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം നമ്മൾ എന്താണ് പറയുന്നത്? പ്രോസ്പെക്ടസ് എന്നാണ് ഡെഫിനിഷനിൽ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ പ്രോസ്പെക്ടസ് എന്താണെന്ന് മനസ്സിലായല്ലോ. മീൻസ് എനി ഡോക്യുമെന്റ് ഇഷ്യൂഡ് ആസ് പ്രോസ്പെക്ടസ്, പ്രോസ്പെക്ടസ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്. അത് എന്തൊക്കെയാവാം? നോട്ടീസ് ആവാം, സർക്കുലർ ആവാം, അഡ്വർടൈസ്മെന്റ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്യുമെന്റ് ആവാം. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇൻവൈറ്റിംഗ് പബ്ലിക്. എന്തിനു വേണ്ടിയിട്ട്? ടു റേസ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ പർച്ചേസ് ഷെയർ അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് കമ്പനിയുടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്ന നോട്ടീസ്, സർക്കുലർ, അഡ്വർടൈസ്മെന്റ്, ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. സോ അതിന്റെ കണ്ടന്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് പോയിന്റ്സ് ആയിട്ട്. കണ്ടന്റ്സ് കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. ഇതിനുമാതിരി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഫണ്ടമെന്റൽസ് ഓഫ് കോർപ്പറേറ്റ് ലോയുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുക. റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ബാക്കി സബ്ജക്ട്സും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ചാപ്റ്റേഴ്സ് നമ്മുടെ ലോ തിയറി പേപ്പറാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ വായിക്കുക. മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് ഒക്കെ നല്ല രീതിയിൽ വായിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കാൻ പോവാം. ഇപ്പോൾ 12 മണിയായില്ലേ, ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ പോവാം. Okay, Vrinda. Thank you so much.